ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗര്യജ്ഞത്തിന്റെ 377 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതും ഭജന പാടുന്നതും ശ്രീ ലക്ഷ്മി മാണിക്യം അമ്മയാണ്. അമ്മ അപ്പ പൂനെയിലാണുള്ളത്. അമ്മയ്ക്ക് ഭഗവാന്റെ അടുത്ത് നേരിട്ട് ഒരുപാട് അനുഭവങ്ങളുള്ള ആളാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഒരു 5 മിനിറ്റ് വായിക്കാം. അതിനുശേഷം നമുക്ക് അമ്മയുടെ അനുഭവങ്ങൾ കേൾക്കാം. സായിരാം. ഓ ഫോട്ടോ നോക്കണം. രണ്ടാം ഫോട്ടോ സാईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ शान्ति शान्ति शान्ति. ഓം ശ്രീ സായിരാം. ശ്രീ സത്യസായി വാണി ഭാഗം 21 ഗുണങ്ങൾക്കതീതമാകുക എന്ന ഒരു ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ഭാഗം വായിക്കാം. ദിവ്യാത്മസ്വരൂപരെ, നാം കാണുന്ന ഈ ഭൗതിക ലോകം സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളുടെ സൃഷ്ടിയാണ്. അതിനെ പരിരക്ഷിക്കുന്നതും ഈ ത്രിഗുണങ്ങൾ തന്നെയാണ്. അതിൻ്റെ വിഘടനത്തിന് കാരണവും ഈ 3 ഗുണങ്ങൾ തന്നെ. ഗുണങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ ജീവവായുവാണ്. അവയാണ് ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നതിനെല്ലാം ഉത്തരവാദികൾ ആയിരിക്കുന്നത്. ഈശ്വര സേവനത്തിലൂടെയും ഭക്തിയിലൂടെയും വിരക്തിയിലൂടെയും മാത്രമേ മനുഷ്യന് ഈ ഗുണങ്ങൾക്ക് അതീതനാകുവാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി മനുഷ്യൻ 3 സിദ്ധികൾ ആർജിക്കേണ്ടതാണ്. അനാസക്തി, അതായത് ആഗ്രഹശൂന്യത; വിരക്തി, അതായത് നിർമ്മമത്വം; ഉപേക്ഷ, അതായത് സമചിത്തത. അനാസക്തി എന്നാൽ ഈശ്വരന് വേണ്ടി അല്ലാതെയുള്ള എല്ലാ ആഗ്രഹങ്ങളുടെയും അഭാവമാണ്. ബാക്കിയുള്ള നേട്ടങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരാൾ ഈശ്വരനിൽ മാത്രം ആശ്രയിക്കണം. വിരക്തി എന്നാൽ വീണ്ടും കുടുംബവും ഉപേക്ഷിച്ച് തപസ്സിനു വേണ്ടി വനവാസത്തിന് പോകണമെന്നല്ല അർത്ഥം. ദുശ്ചിന്തകളും ദുർവിചാരങ്ങളും ഉപേക്ഷിക്കുന്നതാണ് യഥാർത്ഥ ത്യാഗം. അത് യോഗത്തിലേക്ക് നയിക്കുന്നു. നിങ്ങൾക്ക് ലൗകിക വസ്തുക്കൾ ആസ്വദിക്കാം, പക്ഷേ എന്റേത് നിന്റേത് എന്ന മമത്വം പാടില്ല. ഉപേക്ഷ എന്നാൽ ഭാവിയെക്കുറിച്ച് യാതൊരു ആശങ്കയും ഇല്ലാതെ ഇരിക്കുന്നതാണ് എന്ന അർത്ഥം. അത് പ്രതീക്ഷകളിൽ നിന്നും പ്രത്യാശകളിൽ നിന്നുമുള്ള മുക്തിയാണ്. ഭൗതിക വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം ഒരുവനെ അനന്തമായ ദുരിതത്തിൽ ആഴ്ത്തുന്നു. ആഗ്രഹങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു പച്ച മത്തങ്ങ പോലെയാണ്. ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യൻ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു ഉണങ്ങിയ മത്തങ്ങ പോലെയാണ്. ഈ സാധാരണ ലോകത്തിന്റെ ആകർഷണങ്ങളെ അതിജീവിക്കുവാനും ദൈവീകമായ ജീവിതത്തിനു വേണ്ടി കാക്ഷിക്കുവാനും അയാൾക്ക് സാധിക്കും. അയാൾ മുക്തിയിൽ അതീവ തൽപരൻ ആയിരിക്കുകയില്ല, പക്ഷേ അയാൾ ഭക്തി കൈവിടുകയില്ല. അങ്ങനെയുള്ള ഒരുവന്റെ യോഗക്ഷേമം ഇവിടെയും പരലോകത്തിലും ഈശ്വരൻ സംരക്ഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ആഗ്രഹരഹിതനും നിർമ്മമനും ആയതിനാൽ അയാളുടെ ചിന്തകൾ എല്ലായ്പ്പോഴും ഈശ്വരനെ കേന്ദ്രീകരിച്ചായിരിക്കും. ഈശ്വരാനുഗ്രഹം ഈ വിധത്തിൽ ആർജിക്കുക എന്നത് ഒരു വിധത്തിലുള്ള യോഗമാണ്. ജയ സായിരാം. അമ്മ തുടങ്ങിക്കോളൂ. ബാക്കി എല്ലാവരും ദയവായി വീഡിയോ ഓഫ് ചെയ്യാൻ വീഡിയോ ഓഫ് ആക്കും. ചന്തു സാറെ വീഡിയോ ഓഫ് ചെയ്തോളൂ.
ഓക്കെ. ബാക്കി ആരും തന്നെ വീഡിയോ ഓൺ ചെയ്യരുത്. ലക്ഷ്മി അമ്മ തുടങ്ങിക്കോളൂ. സായിരാം, അനുഭവങ്ങൾ പങ്കുവെച്ചോളൂ. സായിരാം. ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്താൽ നന്നായിരുന്നു കേട്ടോ. ആർക്കും ഒന്ന് സ്വന്തം ഒന്ന് പറയുമോ? എന്ത് പറയണം? ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ. ലക്ഷ്മി മാണിക്യം. അതെ, ആരും നിങ്ങൾ പറയണ്ടോ? അല്ല, അമ്മ പറയൂ. എനിക്ക് അത്രയ്ക്ക് ഒരുപാട് അറിയില്ല. അമ്മ തന്നെ പറയൂ. ഞാൻ തന്നെ പറയണം. സായിരാമ. ഓ ഓ ആ സായീശ്വര, എനിക്ക് ഒരു അവസരം തന്നത് വളരെ ഭഗവാന്റെ ഒരു കൃപയാണെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഞാൻ ഭഗവാനെ അറിയാൻ തുടങ്ങിയത് കാര്യമല്ല, അറിഞ്ഞതുകൊണ്ട് എനിക്ക് എന്തൊക്കെ ഒരു ചേഞ്ച്, ട്രാൻസ്ഫർമേഷൻ വന്നിട്ടുണ്ട്, വരണം. അതാണ് ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്. ഞാൻ 1965 ഭഗവാന്റെ അടുത്ത് പോവാൻ തുടങ്ങി. എൻ്റെ പേര് ലക്ഷ്മി മാണിക്യമാണ്. എൻ്റെ ഭർത്താവിന്റെ പേര് മാണിക്യം. ഞങ്ങൾ വന്നിട്ട് എൻ്റെ സ്വന്തം നാട് തൃശ്ശൂരാണ്. പക്ഷേ ഞാൻ കല്യാണങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞ് പിന്നെ ഓരോരോ സ്ഥലത്തായിട്ട് പോയി അങ്ങനെ സെറ്റിലായി. പക്ഷേ ഇപ്പോ ഭഗവാൻ എവിടെ പോയാലും വിടുന്നില്ല. അതാണ് നമ്മളുടെ ഇത്. പക്ഷേ സ്വാമിയുടെ അടുത്ത് പോയത് കൊണ്ട് എൻ്റെ ലൈഫിനെ ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അത് എനിക്ക് അറിയാൻ തുടങ്ങി. ദാമ്പത്യ വാഴ്ക്കയിലും അറിഞ്ഞു. കുട്ടികളൊക്കെ വലുതായി, അവരുടെ ഭാവികളും ഭഗവാൻ നോക്കുന്നുണ്ടെന്ന് എനിക്ക് നല്ലോണം മനസ്സിലാവാൻ തുടങ്ങി. പക്ഷേ ഭഗവാന്റെ ആ ലവ് അപരിമിതമായ ലവാണ്. ആ ലവാണ് ഭഗവാന്റെ ആയുധം, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് എൻ്റെ പേര് ലക്ഷ്മി മാണിക്യം. നിങ്ങള് കുറെ കാലം സ്വാമിയുടെ അടുത്ത് ഡിവോട്ടീന്ന് ഭഗവാൻ പറയണം. പക്ഷേ ഞങ്ങള് ഭഗവാന്റെ അടുത്ത് പോയിക്കൊണ്ടിരുന്നു. ഭഗവാനാണെന്ന് മനസ്സിലായി. അതൊരു വലിയ ഭാഗ്യം. ഇത് ഭഗവാനാണ് എന്നുള്ളത് ആദ്യം കണ്ട ഉടനെ തന്നെ മനസ്സിലായി. അതിന് ഇത് ക്വസ്റ്റ്യൻ ഇല്ലാതെ, അതായത് സ്വാമീനെ കാണുമ്പോഴേ സ്വാമിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ ആശീർവാദമാണോ ചോദിച്ചത്, ബാക്കിയൊന്നും ഭഗവാന്റെ അടുത്ത് ചോദിച്ചില്ല. അതുകൊണ്ട് ഭഗവാൻ ഞങ്ങളെ, അത് തമിഴില് പറയും, അവനരുളാൽ അവൻതാൻ വണങ്ങി എന്നൊക്കെ പറയും. നിങ്ങൾക്ക് തമിഴ് അറിയില്ലല്ലോ ശരിക്ക്. അതിൽ പറയും, അതായത് ഭഗവാന്റെ അനുഗ്രഹം വേണം നമ്മൾക്ക് ഭഗവാൻ അറിയാൻ. അതാണ് ഒരു ഭാഗ്യം കിട്ടിയത് എനിക്ക്. ഭാഗ്യം കിട്ടിയത് എന്താന്ന് വെച്ചാൽ അത് ഭഗവാനാണ്. അത് മനസ്സിലായി. ഇതുകൊണ്ട് എന്റെ ഇൻട്രൊഡ്യൂഷൻ, വേറെ എന്താ വേണ്ടത്? ഇൻട്രൊഡക്ഷൻ പറയൂ. അല്ല, അമ്മ ഓരോ അനുഭവങ്ങളായിട്ട് പറഞ്ഞോളൂ. കുറച്ച് 2-3 ഇൻസിഡൻസ് ഒക്കെ പറയാം. അല്ല, ഇന്നത്തെ സബ്ജക്ട് ഇതല്ലേ, ഡിക്ലറേഷൻ ഓഫ് ഭഗവാന്റെ അല്ലേ? അത് സാരമില്ല. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അമ്മയുടെ അവനവന്റെ അനുഭവങ്ങളാണ്, ഭഗവാനെ പറ്റിയിട്ടല്ല. അത് നമുക്കറിയാം. അതല്ല, ഇവിടെ പങ്കെടുക്കുന്നവരുടെ അനുഭവങ്ങൾ, പേഴ്സണലായിട്ട് അനുഭവങ്ങൾ അറിഞ്ഞ് ഭഗവാന്റെ മഹിമ, അതാണ് നമുക്കറിയേണ്ടത്. അതായത് അമ്മ ഇതുവരെ അതിന് തയ്യാറാവാത്ത അമ്മേനെയാണ് നിങ്ങൾ തയ്യാറാക്കണത്. ശരി, എനിക്ക് എന്റെ എക്സ്പീരിയൻസ് പറയുമ്പോ എനിക്ക് സ്വാമിയുടെ പറയാനുള്ള ഒരു ആശ വളരെ ജാസ്തിയാണ്, വളരെ അധികമാണ്. പക്ഷെ എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. അതിന് എനിക്ക് സങ്കടമൊന്നുമല്ല. അല്ല, അത് സ്വാമിയുടെ ഇൻസിഡന്റ് തന്നെയാണല്ലോ. നമുക്ക് ഭഗവാൻ തന്ന അനുഗ്രഹമാണ് നമ്മൾ പറയുന്നത്. അതായത് ഞങ്ങള് വന്നിട്ട് ഒരു വലിയ റിലീജിയസ് ഫാമിലിയാണ്. തൃശ്ശൂരില്, തൃശ്ശൂര് അറിഞ്ഞവരുണ്ടെങ്കിൽ അറിയാം, പൂന്നം ഗ്രാമമാണ്. പൂന്നം ഗ്രാമത്തില് രാമസ്വാമി അമ്പലങ്ങളൊക്കെ ഉണ്ട്, സീതാറാം മില്ലൊക്കെ ഉണ്ട്. അതൊക്കെ എൻ്റെ അമ്മയുടെ മുത്തച്ഛൻ ക്ഷണിതതാണ്. TR രാമചന്ദ്ര എന്ന് പറയും, ഹൈക്കോടതി ജഡ്ജായിരുന്നു പറയും. അപ്പോ അവിടെയാണ് വളർന്നത്. അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ബാല്യം മുഴുവൻ രാമരാണ്. രാമരുടെ അമ്പലം എല്ലാം അച്ഛന്റെ നാട് തൃക്കൂരാണ്, അവിടെ ശിവനാണ്. അപ്പോ എന്തായി, 2 അവതാരങ്ങൾ നിങ്ങൾക്കായി. അപ്പൊ എൻ്റെ ഈ ചെറുപ്പക്കാലം മുഴുവനും
ഞാൻ സ്വാമിയുടെ കാര്യങ്ങൾ നമ്മൾക്ക് ആ കാലത്ത് അറിയാലോ, ചെറിയ കുട്ടികൾ തന്നെ അമ്പലത്തേക്ക് പോവാണ്ട് ഊണ് കൊടുക്കില്ലല്ലോ, അങ്ങനത്തെ കാലല്ലേ അതൊക്കെ. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ വളർന്നത്. ഒരു റിലീജിയസ് ഫാമിലിയാണ്. എന്നെ കല്യാണം കഴിച്ചു കൊടുത്ത സ്ഥലവും അതേമാതിരിയാണ്, അവരും വളരെ റിലീജിയസ് ആണ്. പക്ഷേ എനിക്ക് ഭഗവാനെ അറിയാൻ ഒരു വലിയൊരു ചാൻസ് എങ്ങനെ കിട്ടി എന്ന് പറഞ്ഞാല്, ഷിരടി ബാബയുടെ കാര്യം നമ്മൾക്കറിയാം. പക്ഷേ ഷിരടി ബാബയുടെ ഇൻകാർണേഷൻ ആണ് സത്യസായി ബാബ എന്നുള്ളത് അറിയാൻ കുറെ ദിവസമായി. അപ്പോ എന്താന്ന് വെച്ചാല് ഞങ്ങൾ കാസർഗോഡിലായിരുന്നു. ഇങ്ങോർക്ക് റെയിൽവേയിലെ ജോലി ഉണ്ടായിരുന്നു. അതിലാണ് അങ്ങോട്ട് ഓഫീസറായിരുന്നത്. അപ്പൊ അങ്ങോട്ട് അവിടെ മാറ്റി. അപ്പൊ കാസർഗോഡിൽ പോയപ്പോ അവിടെ ഒരു അമ്മ ഞങ്ങളുടെ ഒരു ഭാഗത്ത് താമസിക്കുന്നുണ്ട്, നെയ്ബർ. ആ അമ്മ ഷിരടി ബാബയുടെ ഭക്തിയാണ്. അപ്പൊ ആ അമ്മ ബുക്ക് പഠിച്ചുകൊണ്ട് വന്നു ഒരു ദിവസം. അതിലെ സത്യസായി ബാബാവിന്റെ ബുക്കാണത്. അപ്പൊ ആ അമ്മ എന്നെ വിളിച്ചു. എനിക്ക് 2-3 കുട്ടികളാണ്. അപ്പോ അവര് വിളിച്ചിട്ട് പറഞ്ഞു, ഇത് സത്യസായി ബാബ നമ്മുടെ ഇൻകാർണേഷൻ ഓഫ് ഷിരഡിയാണ്, ഷിരടി ബാബയുടെ ആണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഈ ഭഗവാനെ കണ്ടിട്ടുണ്ടോ? ചോദിച്ചു. ആണ്ടി ഞാനൊന്നും കണ്ടിട്ടില്ലല്ലോ, എനിക്കിപ്പോ നോക്കണം എന്ന് പറഞ്ഞു. അതായത് നമ്മളെ ഭഗവാൻ ത്രികാലജ്ഞാനാണ്. അതായത് എല്ലാം അറിയാം. എല്ലാം അറിയാന്നുള്ളത് ഭഗവാനെ കണ്ടിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് അനുഭവം വേണ്ടേ. അപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് നോക്കണം എന്ന് പറഞ്ഞു. അതിനും ഒരു ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങളോ റെയിൽവേയില് ധാരാളമായിട്ട് പോവാ. പുട്ടപർത്തി ആന്ധ്രയിലാണ്. ഭർത്താവിന്റെ അടുത്ത് പറയൂന്ന് പറഞ്ഞു. അപ്പൊ ഭർത്താവിന് പറയാൻ കാത്തുകൊണ്ടിരുന്നു ഞാൻ. ഭർത്താവ് ഓഫീസിൽ നിന്ന് വന്നപ്പോ ഞാൻ വേഗം അങ്ങോട്ട് ഈ വർത്തമാനാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ അങ്ങോട്ട് എന്ത് പറഞ്ഞു വെച്ചാൽ, ഷിരടി ബാബേനെ ഞാൻ കേട്ടിട്ടുള്ളൂ, ഇതെനിക്ക് അറിയില്ല. അതുകൊണ്ട് ഇരുന്നാലും ഇത് ആന്ധ്രയാണ്, ഇവിടുന്നൊക്കെ ദൂരമാണ്, നിനക്കൊക്കെ ചെറിയ കുട്ടികളാ, നമ്മൾ പിന്നെ നോക്കാം. അപ്പൊ തുടങ്ങിയതാ ഒരാശ. അതാണ് ആ ഈഗറാണ്, ആ ആശ ഉണ്ടല്ലോ, അതാണ് സ്വാമി ഓരോരുടെ അടുത്തും ചോദിക്കുന്നത്. ബാക്കി സ്വാമി സ്റ്റുഡൻസിന്റെ അടുത്ത് അതാ പറയണേ, ഇവിടെ വരണവരും മുഴുവനും ഒരു ചാക്കുമൂട്ടയുടെ എന്തിയാണ് കൊണ്ടുവരണത്. എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം, എന്റെ കുട്ടിക്ക് കല്യാണം, എന്റെ ഇതൊക്കെയാ കൊണ്ടുവരണം. അല്ലാണ്ട് ആരെങ്കിലും ഭഗവാനെ മാത്രം മതി എന്ന് പറഞ്ഞു വരുന്നവർ ആരും ഇല്ലാന്ന്. അതായത് ഒരു സ്റ്റുഡന്റ്, അമേരിക്കത്തെ സ്റ്റുഡന്റിന്റെ അടുത്താണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അമേരിക്കയ്ക്ക് പോയപ്പോ അവന്റെ വീട്ടിൽ പോയപ്പോ അത് പ്രസംഗിച്ചപ്പോ പറഞ്ഞു വന്നു. ഞാൻ സ്വാമിയുടെ കൂടെയായിരുന്നിരിക്കുകയാണ് റൂമില്. ഭഗവാൻ ഇങ്ങനെയാ പറയണേ, ഭഗവാൻ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ഡ്യൂട്ടി വന്നിട്ടില്ല. എല്ലാവരും വളരെ ലഗേജും കൊണ്ടുവരും. ഇവിടെ നിന്ന് ലഗേജ് കുറച്ച് കൊണ്ടുപോകും, പക്ഷെ അവിടെ പോയി അത് അധികമാവും. അത്രയും. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടേയിരുന്നു, എനിക്ക് നോക്കണം എന്ന്. അപ്പൊ ഇങ്ങോട്ട് ട്രാൻസ്ഫറായി ഇങ്ങോട്ട് കോയമ്പത്തൂരിലേക്ക് പോയി. അവിടെ പോയപ്പോ ഞാൻ പറഞ്ഞു, അപ്പൊ വളരെ അടുത്തായില്ലോ. ഇല്ല, ഇത് അടുത്തൊന്നും ആയിട്ടില്ല, അത് അതേ ദൂരം തന്നെ, കുറച്ച് ദൂരം ഉണ്ട്, അവിടെ പോവാൻ സാധിക്കില്ല ഇപ്പൊ എന്ന് പറഞ്ഞു. 3ാമത്തെ കുട്ടി ഉണ്ടായിരുന്നു, അവൾക്ക് 1 വയസ്സേ ആയിരുന്നു. അവളുടെ ഇപ്പൊ പൂനെയിൽ അവളുടെ കൂടെയാണ് ഞാൻ ഇരിക്കണത്. അല്ല, അവൾക്ക് ഫസ്റ്റ് 1 വയസ്സായി, പിന്നെ അവളുടെ 3ാമത്തെ വയസ്സിലും ഞങ്ങൾക്ക് ഒരു 5-6 ഇന്റർവ്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോ സ്വാമി എന്ത് പറഞ്ഞു, അല്ല ഇങ്ങോട്ട് ബാസ് പറഞ്ഞു ഞാൻ പുട്ടപർത്തിക്ക് പോവാ, 15 days ലീവ് വേണം എനിക്കെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് അടുത്ത് ചോദിച്ചപ്പോ ധാരാളം ഉണ്ട്, പോയിക്കോളൂ എന്ന് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. 2ാമത്തെ പ്രാവശ്യം അങ്ങോട്ട് സ്വാമിയുടെ ബർത്ത്ഡേക്ക് പോയി, ശിവരാത്രിക്ക് ആദ്യം ചോദിച്ചു. അപ്പോ അങ്ങോട്ട് പറഞ്ഞു പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങോട്ട് ചോദിച്ചു, എന്താ നീ ഇങ്ങനെ എന്നെ പറഞ്ഞയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എവിടേക്കാ പോണേ, എന്തിനാ പോണേന്ന് എന്തുകൊണ്ടാ നീ ചോദിക്കാത്തത് ചോദിച്ചു. അപ്പൊ ഇങ്ങോട്ട് പറഞ്ഞു, എനിക്ക് അത്ര അറിയില്ല, എന്റെ ഭാര്യ പറഞ്ഞു പോണെന്ന് പറഞ്ഞു. ഓ, അപ്പൊ ഭാര്യ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ അങ്ങോട്ട് എന്നെ കാണാൻ വന്നു. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് വന്നു. നിനക്ക് നോക്കണോ എന്ന് ചോദിച്ചു. ഞാൻ അടുത്ത ആഴ്ച തന്നെ അവന് ലീവ് കൊടുക്കാം, 15 ദിവസം കൊടുക്കാൻ പറഞ്ഞു. നീയും കുട്ടികളും അവനും എല്ലാവരും കൂടി പോയി കാണാൻ പോകും. ഇതാണ് ഫസ്റ്റ് ട്രിപ്പ്, 1965. ഇനി 2 ആമക്കളും ഒരു പെൺകുട്ടിയുമാണ്. ഞാൻ എല്ലാവരും കൂടി പോയി. അന്ന് പോണതാണ്. ഇപ്പോ ഡിക്ലറേഷൻ, ഭഗവാന്റെ ഡിക്ലറേഷനിൽ ആ കഥയാണ് ഇടണത് അവര്. എന്ത്, പെനികൊണ്ട വരെ പോവുള്ളൂ വണ്ടി, പിന്നെ വണ്ടിയില്ല, ട്രെയിനില്ല. അത് ബാംഗ്ലൂരിൽ നിന്ന് എപ്പോഴും ഉണ്ടാവില്ല, ഏതെങ്കിലും 2 പ്രാവശ്യം എന്താ പോവുള്ളൂ. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാ അവിടുന്ന് പെനികൊണ്ടേന്ന് നമ്മള് കൊത്തച്ചേരു ആ ഭാഗത്തേക്ക് പോയി, അവിടുന്ന് കാളവണ്ടി പിടിച്ച്
പുട്ടപർത്തിക്ക് പോയാല് അവിടെ എന്തായി, ഇത് ചിത്രാവതി റിവറാണ്, അത് താണ്ടിയിട്ട് തന്നെ പോകണം. ഞങ്ങൾ ഈ കുട്ടികളെയും വെച്ചിട്ട് ചോറ് ഒന്നും അവിടെ കിട്ടില്ല. ചോറുണ്ണാൻ എല്ലാ പാത്രങ്ങളും സ്റ്റൗവും സകല സാമാനങ്ങളും എടുത്തുകൊണ്ട് പോകണം. നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞു, നിനക്ക് ഇന്നാലും പോണെന്ന് പറയണ്ടല്ലോ, നീ എത്രയും കഷ്ടം, എനിക്ക് വിരോധമില്ല എന്ന് പറഞ്ഞു. ഞാനാണ് ഇപ്പൊ ആലോചിക്കണേ, എങ്ങനെ ഞാനത് പറഞ്ഞു. ഇത്ര കഷ്ടമായ വഴിയാ, എനിക്ക് നോക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് കുട്ടികളെയും കൊണ്ട് സാമാനങ്ങൾ എടുത്തിട്ട് പോയി. അത് താണ്ടി ചിത്രാവതി താണ്ടി പോയാല് സ്വാമി അപ്പോഴൊക്കെ കാലത്തൊരു ദർശനം, ഉച്ചയ്ക്കൊരു ദർശനം, വൈകുന്നേരം ഭജന സമയത്തും പുറത്തു വരും. അങ്ങനെ എപ്പൊ നോക്കിയാലും പുറത്തു വരും. അധികം ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ പോയി അത് താണ്ടി പോകുമ്പോ സ്വാമി അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ പൂർണ്ണചന്ദ്ര ഓഡിറ്റോറിയം ഒക്കെ മണ്ണാണ്, അവിടെ കിടന്നു. പിന്നെ കാലത്ത് എന്നിട്ട് ഓടണം, ഇന്റർവ്യൂ ഉണ്ടാവുമല്ലോ. ഞങ്ങൾക്ക് ഇന്റർവ്യൂവിനെ പറ്റിയൊന്നും അറിയില്ല. പക്ഷെ ഈ കുട്ടികളെ അവിടെയുള്ള സേവാദൾ ആരാന്ന് വെച്ചാൽ ഇവരാണ്, അവിടുത്തെ തെലുങ്കുകാരാണ്. അവർ നമ്മളെ വിടുവില്ല. കുട്ടികളുണ്ട്, കുച്ചണ്ടി എന്ന് പറഞ്ഞു. എനിക്ക് ആ തെലുങ്ക് അപ്പൊ മനസ്സിലായില്ല. ഞാൻ എന്ത് പറഞ്ഞു, ഞങ്ങള് അങ്ങനെ ആദ്യത്തെ അതൊന്നും കാര്യമില്ല, നീ ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഭർത്താവിനെ സ്വാമി വിളിച്ചിരിക്കുന്നു. അപ്പൊ എനിക്ക് എങ്ങനെ ഉണ്ടാവും? ഭർത്താവിനെയും കുട്ടികളും സ്വാമി അവിടെ ആ വരാണ്ടയിൽ പോയി ഇരുന്ന് കഴിഞ്ഞു. ഞാൻ നോക്കി, ഈ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എവിടെയോ പോയ സമയമാക്കി കുട്ടിയും കൊണ്ട് ഒറ്റ ഓട്ടം പൊട്ടു അവിടെ പോയി. ഇതല്ലാണ്ട് ഒരു വഴിയില്ല. അവര് വളരെ ഇപ്പോഴത്തെ നമ്മുടെ സേവാദളന്മാരെയൊന്നും അല്ല. അയ്യോ, ഇരുമ്പ് കൈയാണ്, അവരങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ വീഴും. അങ്ങനെയാണ് അവർ. അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് ഓടിപ്പോയപ്പോ സ്വാമി ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞു. അകത്ത് പോയപ്പോ സ്വാമി വാതിലടച്ചു, ഫാൻ ഇട്ടു. എന്നിട്ട് സ്വാമി ചോദിച്ചു, നീ എന്നെ നോക്കണം എന്ന് പറഞ്ഞ് കുറെ കാലായില്ലേ, ഇപ്പൊ എന്നെ കണ്ടുവോ നീ ചോദിച്ചു എന്റെ അടുത്ത്. ഫസ്റ്റ് അകത്ത് പോയപ്പോ ആ വാതിൽ ചാരിയിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് സ്വാമി, എന്നെ ഇപ്പൊ നോക്കിയോ, ഇത്ര കാലായി നീ നോക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേന്ന്. അപ്പോ ഞാൻ എപ്പോ കാസർഗോഡ് നിന്ന് തുടങ്ങിയതോ, പിന്നെ ഇവിടെ ഭർത്താവിന്റെ വീട്ടില് വന്നിട്ടും പോകാൻ പറ്റിയില്ല, 1 കൊല്ലത്തിന് 2 കൊല്ലം, കുട്ടി വലുതായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ സ്വാമി കണക്ക് വെച്ചിട്ടുണ്ട്. ഇതാണ് സർവജ്ഞൻ എന്ന് പറയാൻ കാരണം. അപ്പോ ഞാൻ പറഞ്ഞു, അതേ സ്വാമി, എനിക്ക് കാണണം. എന്ത് വേണം നിനക്ക് എന്ന് ചോദിച്ചു സ്വാമി. അടുത്ത ക്വസ്റ്റ്യൻ, ഭർത്താവും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഒന്നും വേണ്ട സ്വാമി, എനിക്ക് സ്വാമിയുടെ അനുഗ്രഹം മാത്രം മതി. അപ്പൊ സ്വാമി അത് നിനക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഭർത്താവിന്റെ അടുത്ത് പോയി, നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. അങ്ങോട്ട് പറഞ്ഞു, അങ്ങോട്ട് വളരെ ഒരു ഇതാണ്, ധർമ്മിഷ്ഠൻ മാത്രമല്ല പരോപകാരിയാണ്, എല്ലാം എന്തൊക്കെയോ ഗുണങ്ങളുണ്ട്. അപ്പോ അങ്ങോട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊന്നും വേണ്ട സ്വാമി എന്ന് പറഞ്ഞു. പിന്നെ എന്റെ അടുത്ത് ആദ്യം വന്നു, പിന്നെയും ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടത് പറയുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എന്താ പറയേണ്ടത് സ്വാമി ഇങ്ങനെ ചോദിക്കണ്ടല്ലോ. സ്വാമി, എനിക്ക് ഞാൻ എപ്പോഴൊക്കെ ഇവിടെ വരണം എന്ന് വിചാരിച്ചോ ഉടനെ ഞാൻ ഇവിടെ വരണം, ആ അനുഗ്രഹം തന്നാ മതി എന്ന് പറഞ്ഞു സ്വാമി. ഇങ്ങനത്തെ ആ ആൻസർ ഒന്നും ആരും ചോദിക്കില്ല. ചോദിക്കുവോ? ഞാൻ അതാ ചോദിച്ചത്. എനിക്ക് എപ്പോ നോക്കണം ഇവിടെ വരണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനൊരു തടസ്സം. എൻ്റെ വലിയ കുടുംബത്തിലായിരിക്കണത്, ഭർത്താവിന്റെ വീട്ടില് നിറയെ ആൾക്കാര്, അമ്മയുടെ വീട്ടില് ഇതൊക്കെ ഉണ്ട്. അവിടെ എൻ്റെ ഒരു അച്ഛനും അമ്മ ഒക്കെ ഉണ്ട്, നാത്തുമാരുണ്ട്, വലിയ കുടുംബമാണ്. അതിലൊന്നൊക്കെ ഞാൻ അങ്ങോട്ട് വരണമെങ്കിൽ ഭഗവാൻ വിചാരിക്കാണ്ട് വരാൻ പറ്റില്ല. അത് പോയിട്ട് ഭഗവാൻ പറഞ്ഞു, അനുഗ്രഹിച്ചു സ്വാമി, അത് നടക്കും എന്ന് പറഞ്ഞു. പിന്നെ ഭർത്താവിന്റെ അടുത്ത് പോയപ്പോ ഭർത്താവ് തിരിച്ചും പോയി ഭർത്താവിന്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് ആദ്യം എന്ത് വേണമെന്ന് ചോദിച്ചു. അപ്പോ എനിക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് അവിടെ ഒരു സമിതി വേണം, ആ സമിതിക്ക് ഭഗവാന്റെ അനുഗ്രഹം വേണം. അങ്ങോരതാ ചോദിച്ചു. അപ്പൊ ഞങ്ങൾ രണ്ടാളും ഫസ്റ്റ് ഇന്റർവ്യൂവില് ഞങ്ങളുടെ ഒരു കാര്യം ചോദിച്ചില്ല. പിന്നെ രണ്ടാമത്തെ ഇന്റർവ്യൂവിന് പിന്നെ ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. സ്വാമിയുടെ അനുഗ്രഹം കഴിഞ്ഞ് കുട്ടികളെയൊക്കെ സ്വാമി 2 ഭാഗത്തും കൂടി എൻ്റെ ഷോൾഡറിൽ സ്വാമി കൈയിട്ട പോലെ നല്ലോണം അനുഗ്രഹിച്ചു കുട്ടികളെ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നു. അത് കഴിഞ്ഞ് രണ്ടാമതും പോയപ്പോ, രണ്ടാമത് ഒരു 6 മാസം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. അപ്പോഴും സ്വാമി വിളിച്ചു. അപ്പൊ വിളിച്ചപ്പോ എനിക്ക് ധൈര്യം വന്നു കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സ്വാമി, കുട്ടികളൊക്കെ ഇവിടെ പഠിക്കണം, എൻ്റെ കുട്ടികൾ ഇവിടെ തന്നെ പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ സ്വാമി പറഞ്ഞു, അത് ഞാനിപ്പോ പുട്ടപർത്തിയിൽ ഇനിയും കോളേജും കെട്ടിയിട്ടില്ല, ഹോസ്റ്റലും കെട്ടിയിട്ടില്ല,
ഇപ്പൊ വൈറ്റ്ഫീൽഡിന് അത് ഡേ സ്കോളേഴ്സ് ആണ് അവിടെയും കെട്ടണം. അനന്തപൂർ മാത്രമേ ഞാൻ കെട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ കെട്ടിയ ഉടനെ നിന്റെ കുട്ടികളെ ഞാൻ പഠിപ്പിക്കാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പൊ ശരി, പിന്നെ ഇവർക്ക് പൂണലിടണം സ്വാമി എന്ന് പറഞ്ഞു. നല്ല ധൈര്യം വന്നു എനിക്കിപ്പോ, പൂണലിടണം എന്ന് പറഞ്ഞു. അപ്പൊ സ്വാമി പറഞ്ഞു, January 15 മേലെ എപ്പോ വേണമെങ്കിലും വന്നോ, ഞാൻ ഇട്ടേക്കാം, ഇടാവുന്നവർ രണ്ടാൾക്കും ഇടാം. ഞാൻ മൂത്തവനെ ചോദിച്ചു, സ്വാമി പറഞ്ഞു ഇവനും ചേർന്ന് ഞാൻ ഇടാം. ശരി, അപ്പൊ അതായി. അപ്പൊ എന്റെ മകൾക്ക് ഇത് സ്ലേറ്റ് എടുത്തു കൊണ്ടുപോയിരുന്നു ഞങ്ങള്. ആ സ്ലേറ്റില് സ്വാമിയുടെ കൈ, ഇന്റർവ്യൂ റൂമില് സ്വാമിയുടെ കൈ പിടിച്ചിട്ട് ഓം എഴുതിപ്പിച്ചു സ്വാമി. അവളാണ് ഇപ്പൊ പൂനെയിൽ ഇരിക്കുന്നത്. മറാഠി പഠിച്ചു. അവള് സ്കൂളില് ഹൈസ്കൂളില് ടീച്ചറായിരുന്നു ഇവിടെ. അത് ആ ഓം എഴുതുന്നതിന്റെ വിശേഷം പറയാ ഞാൻ. സ്വാമിയുടെ കാര്യത്തില് സ്വാമിയുടെ വിശേഷം പറയണം, നമ്മുടെ എക്സ്പീരിയൻസ് അല്ല. കാരണം നമ്മൾക്ക് എക്സ്പീരിയൻസ് സ്വാമിയാണ് ഉണ്ടാക്കണത്, അല്ലാണ്ട് നമ്മളുടെ എക്സ്പീരിയൻസ് ഒന്നും അല്ല. അങ്ങോരൊരു ഇൻസ്ട്രുമെന്റ് ആക്കി അങ്ങോരുടെ സംഘത്തിൽ നമ്മൾ ഒരാളാക്കി വെക്കുക ഭഗവാൻ. അതാണ് നമ്മൾ അറിയേണ്ടത്. എന്റെ എക്സ്പീരിയൻസിന് ഞാൻ പറയാൻ ഒരു യോഗ്യതയില്ല, പക്ഷെ ഭഗവാനായിട്ട് അറിഞ്ഞ് ചെയ്യണത് അതൊക്കെ. പിന്നെ സ്വാമി പറഞ്ഞു ഒക്കെ ചെയ്തു. പിന്നെ ഒരു സ്പീച്ച് കൊടുത്തു എല്ലാവർക്കും ചേർന്ന്. അവിടെ വേറെ ഫാമിലി ഉണ്ടായിരുന്നു, 3 ഫാമിലി ഉണ്ട്, ചെറിയ റൂമാണല്ലോ. സ്വാമി പറഞ്ഞു ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിട്ടിരിക്കണം എന്ന് പറയും സ്വാമി. ഇതാ സ്പിരിച്വൽ ഫൗണ്ടേഷൻ, അല്ലാണ്ട് കെട്ടിടത്തിന്റെ അല്ല. അപ്പൊ സ്വാമി പറഞ്ഞു അല്ലെങ്കിൽ കെട്ടിടം ചോടെ വീഴും. അപ്പോ നമ്മുടെ സ്പിരിച്വാലിറ്റി വളരെ സ്ട്രോങ് ആയിട്ടിരിക്കും എന്നർത്ഥം. അതുകൊണ്ട് ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിട്ടിരിക്കുന്നു സ്വാമി. പിന്നെ പറഞ്ഞു എന്റെ മകന്റെ പേര് ചോദിച്ചു, 2ാമത്തെ മകന്റെ പേര് ചോദിച്ചു. അപ്പൊ ഞാൻ അശോക് എന്നാ പറഞ്ഞത്, ഞങ്ങളെ വീട്ടിൽ അശോക് എന്ന് വിളിക്കും. അപ്പൊ സ്വാമി ചോദിച്ചു അശോകാണോ എന്ന് ചോദിച്ചു. അല്ല. അപ്പൊ എന്റെ ഭർത്താവ് പറഞ്ഞു അല്ല സ്വാമി വെങ്കടകൃഷ്ണനാണ് എന്ന് പറഞ്ഞു. അപ്പൊ നാമകരണത്തിന് ആ പേരിട്ടിട്ട് വേറെ പേര് വിളിക്കാൻ പാടില്ല അന്ന് പറഞ്ഞതാ ഭഗവാൻ. നാമകരണത്തിന് എന്താ പേരിട്ടതോ അത് തന്നെ വിളിക്കണം. അപ്പോ ഞങ്ങൾ പറഞ്ഞു ശരി സ്വാമി എന്ന് പറഞ്ഞു. അങ്ങനെ അനുഗ്രഹിച്ചു. ഇവൾക്ക് അക്ഷരാഭ്യാസം കഴിഞ്ഞു. അവർക്ക് പൂണര് ചോദിച്ചു, അതും ശരി എന്ന് പറഞ്ഞു സ്വാമി. പിന്നെ അതിനപ്പുറം പിന്നെ പോയപ്പോ ഒടുവിലത്തെ ഇപ്പൊ അമേരിക്കയിലായിരിക്കണത്. അവൻ സ്വാമിയുടെ സ്റ്റുഡന്റാ, സ്വാമിയുടെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കും. സ്വാമി മ്യൂസിക് ബോയ് ആണ് അവനെ എവിടെയെങ്കിലും കൊണ്ടൊക്കെ പോകും. അപ്പൊ അവൻ ഞാൻ ഗർഭമായിട്ടിരിക്കുക. അപ്പൊ സ്വാമി പറഞ്ഞു ഇത് നിന്റെ ഒടുവിലത്തെ കുട്ടിയാണ്, ഇനി വേണ്ട, 4 കുട്ടികളായില്ലോ, ഇനി വേണ്ട പറഞ്ഞു. സ്വാമി നിങ്ങളുടെ അനുഗ്രഹം തന്നെ വേണം അതിനെന്ന് പറഞ്ഞപ്പോ സ്വാമി കൈകൊണ്ട് സൃഷ്ടിച്ചിട്ട് ഒരു വൈറ്റ് പൗഡർ തന്നു. അത് 3 പ്രാവശ്യം വെള്ളത്തിൽ കഴിച്ചാൽ മതി നീ എന്ന് പറഞ്ഞു. അതോടെ ശരി, പിന്നെ ഒന്നും ഇതല്ലേ. അതങ്ങനെയായി. ഇനി ഓർഗനൈസേഷൻ അവിടെ തുടങ്ങി. 1968 ആണ് ഓർഗനൈസേഷൻ ആരംഭിച്ചത്, ഓൾ ഇന്ത്യ ലെവലില്. അതില് ഞങ്ങളുടെ സമിതി, പിന്നെ അവിടെ സമിതി ഉണ്ടായിരുന്നു, പക്ഷെ സ്വന്തം സമിതി ഒന്നുമില്ല. ഞങ്ങൾ ഒരു സ്ഥലത്ത് ഒരു അമ്പലത്തിൽ വെച്ചുകൊണ്ടാണോ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെയാണല്ലോ ഞങ്ങൾക്ക് സ്വന്തം സമിതി വന്നു. ഞങ്ങളുടെ ഭർത്താവ് ഇന്റർവ്യൂവിൽ ചോദിച്ചത് ഒരു ഇതാണ് പറയേണ്ടത്, എങ്ങനെയോ എല്ലാവരും കൂടി ചേർന്ന് ഒരു സമിതി കെട്ടി. അവിടെ വലിയ സമിതിയാണ്, നല്ല സമിതിയാണ്, കെട്ടിടം നല്ല ഇതാണ്. അത് കെട്ടി. അതിന് സ്വാമി വന്നു, ഇനാഗ്രേഷൻ കഴിച്ചു. സ്വാമി അവിടെ ഡ്രാമ ഉണ്ടായിരുന്നു. സ്വാമി വെച്ച് ഇരിക്കുമ്പോ ആ ഡ്രാമയൊക്കെ അനുഭവിച്ചു എല്ലാവർക്കും. എനിക്ക് നല്ലൊരു ചാൻസ്, ഭഗവാന്റെ കൂടെ വിളക്ക് കൊളുത്തി. ഞാൻ ഭഗവാന്റെ കൂടെ നിന്നു, വിളക്ക് കൊളുത്തുമ്പോ സ്വാമിയുടെ കൂടെ നിന്നു. അതിനൊക്കെ ഒരു ഭാഗ്യം കിട്ടി. അത് അങ്ങനെയായി. അപ്പോ സേവാദള കൺവീനർ ആയിട്ട് എടുക്കണം, അതിന് എല്ലാ ഭാഷയും അറിയണം എന്ന് പറഞ്ഞു അവിടുത്തെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ. അന്നൊക്കെ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ആണല്ലോ. അത് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു ഇവിടെ ലക്ഷ്മി അമ്മ മാത്രമേ ഉള്ളൂ, അങ്ങോർക്ക് 2-3 ഭാഷ അറിയാം, അതുകൊണ്ട് അങ്ങോരുടെ പേര് പറയാന്ന് പറഞ്ഞു. ഞാൻ ഇല്ലാണ്ട് എന്റെ പേര് പറഞ്ഞു പോലും. ഞാൻ അന്ന് പോയിട്ടില്ല. വീട്ടിലെ ഇവരുടെ അച്ഛന് കുറച്ച് സുഖമുണ്ടായിരുന്നില്ല, എന്റെ മാമനക്ക്, അതുകൊണ്ട് അവിടെ ഇരുന്നു. അപ്പൊ അവരെന്നെ ഇല്ലാണ്ട് എന്റെ പേര് പറഞ്ഞു. പിന്നെ കേക്കേ വേണ്ട, പിന്നെ ഭഗവാന്റെ പറയാൻ പാടില്ല. ഈ കുട്ടികളെയൊക്കെ വെച്ചിട്ട് ഭർത്താവിന് ജോലി, എനിക്ക് ഈ നമ്മളെ മദറില്ല ഫാദറില്ല എല്ലാവരും ഉണ്ട്.
അതിലും ഭഗവാൻ എന്നെ കൺവീനറായിട്ട് എടുത്തിട്ട് ഭഗവാന്റെ കൂടെ ഇവിടെ രാജമന്ത്രി കൂട്ടിക്കൊണ്ടുപോയി. രാജമന്ത്രിയിലെ ഫസ്റ്റ് കോൺഫറൻസിന് ഞാൻ പോയിട്ടുണ്ട്. അവിടെ സ്വാമിയുടെ കൂടെ പോയി, സ്വാമിയുടെ കൂടെ ഊണൊക്കെ കഴിച്ചു ഞങ്ങളവിടെ. അങ്ങനെ ആദ്യത്തെ സേവാദളാണ് ഞങ്ങള്. സ്വാമി ആരംഭിച്ചില്ലേ 1968 കഴിഞ്ഞ് 69 വിചാരിക്കുന്നു സേവാദള കോൺഫറൻസ് ഓൾ ഇന്ത്യ ലെവലില്. 100 പേരെ ഉള്ളൂ വന്നു. ആൾ ഇന്ത്യ ലെവലിൽ 100 പേരേ ഉള്ളൂ. ഞങ്ങൾ എല്ലാവരെയും അകത്ത് വിളിച്ച് ഭഗവാൻ സ്കാർഫ് തന്ന് വാട്ട് ഈസ് ദ യൂസ് ഓഫ് സ്കാർഫിന്റെ മീനിങ് എന്താന്ന് പറഞ്ഞു തന്നു. എങ്ങനെ നിങ്ങൾ സർവീസ് பண்ணണമെന്ന് പറഞ്ഞു തന്നു. ആ ഭാഗ്യങ്ങളൊക്കെ കിട്ടി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കൊല്ലം വേൾഡ് കോൺഫറൻസ്, മറ്റേ കോൺഫറൻസ്, എല്ലാ കോൺഫറൻസും അറ്റൻഡ് ചെയ്യണം. കുട്ടികളൊക്കെ ചെറുതാ. ഇവിടെയാണ് ഭഗവാന്റെ ആ ശക്തി, വിൽ പവർ നമുക്ക് തരുന്നുണ്ടല്ലോ, ഭഗവാനെ വിചാരിച്ചാൽ മതിയെന്ന്. അതിനുള്ള എക്സാമ്പിളാണ്. എങ്ങനെയാ ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന് എനിക്കറിയില്ല. കുട്ടികളും ഭർത്താവ്, അത് വേലക്കാരികളൊക്കെ ഉണ്ടാവും, വീട്ടിലെ ആൾക്കാരില്ലാണ്ട് ഉണ്ടാവില്ല. വലിയവരായിട്ട് ചിലപ്പോഴേ അവർ വന്നിരിക്കാൻ പറ്റുള്ളൂ. കുട്ടികൾ സ്കൂളിലേക്ക് പോകും. എല്ലാ കുട്ടികളും ഫസ്റ്റ് ക്ലാസ്സിന് മേലെ മാർക്ക് മേടിച്ച് പാസ്സായി. എനിക്കതൊക്കെ ഇപ്പൊ സ്വപ്ന മാതിരി അറിയണത്. ഇപ്പൊ എല്ലാവരുടെ എക്സ്പീരിയൻസ് പറയുമ്പോഴാണ് ഞാൻ വിചാരിക്കണേ, എന്താ നീ ഒന്ന് വിചാരിക്കാനേ പറ്റുന്നില്ലല്ലോ. അങ്ങനെ സ്വാമി നോക്കിയിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞു സ്വാമി. അതും ഇന്റർവ്യൂവിൽ പറഞ്ഞു, നിങ്ങൾ എന്റെ ജോലി ചെയ്താല്, ഞാൻ പറഞ്ഞ ജോലി നിങ്ങൾ ചെയ്താല് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കും. ഇത് സത്യമായിട്ട് സ്വാമി ഞങ്ങൾക്ക് ചെയ്തു. ഞാനില്ല എന്ന് പറയുന്നില്ല. കുട്ടികളെ എങ്ങനെയാ വലുതാക്കിയെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ സർവീസിന് പോയിട്ട് എന്റെ പേര് എന്തിനാ കൊടുത്തതെന്ന് പറഞ്ഞാൽ ഒരു വിരോധമില്ല, ലക്ഷ്മി അമ്മയെ കൊണ്ടേ സാധിക്കുള്ളൂ എന്നാ അവർ പറയുന്നത്. ഞങ്ങൾക്കൊന്നും മിണ്ടാനേ അറിയില്ല, ആകെ ഒരു തെലുങ്ക് അറിയാം. ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? നിങ്ങൾ ഇംഗ്ലീഷ് മിണ്ടുന്നു, മലയാളം മിണ്ടുന്നു, തമിഴ് മിണ്ടുന്നു, ഹിന്ദിയും കുറച്ച് മിണ്ടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അവര്. ശരി, ഞാൻ എന്ത് ചെയ്യാനാ? സ്വാമിയെ അടുത്ത് അപ്പൊ എല്ലാവരും പറഞ്ഞു, ഇത് മറുപടി പറയാൻ പാടില്ല, ഇത് ഭഗവാനാ സെലക്ട് ചെയ്യണത് എല്ലാവരെയും എന്ന് പറഞ്ഞു. അത് ശരിയാ. അപ്പൊ സ്വാമി ധാരാളം പാദനമസ്കാരവും ധാരാളം ഭഗവാന്റെ പൂർണ്ണചന്ദ്ര ഓഡിറ്റോറിയം ഒക്കെ ഞങ്ങളാ മണ്ണൊക്കെ വാരിയിട്ടത്. ആ പൂർണ്ണചന്ദ്ര ഓഡിറ്റോറിയം പണി ചെയ്യുമ്പോൾ അസ്ഥിവാരങ്ങൾ മണ്ണിട്ടിലും തൂണൊക്കെ കെട്ടണതും പില്ലേഴ്സിലും ഒക്കെ സ്വാമി ചെയ്തതും ഒക്കെ ഞങ്ങളുണ്ട് അവിടെ. ആ സമയത്ത് ഞങ്ങളാ മണ്ണ് തുരുക്കി പാട്ടും പാടിക്കൊണ്ട് ചെയ്യാ. സ്വാമി പിന്നിൽ വന്ന് നിൽക്കും, ഞങ്ങളെ നോക്കും, പിന്നെ ഇത് തരും, ആപ്പിളൊക്കെ തരും കയ്യില്. ഇതൊക്കെ വാങ്ങി, ഇതൊക്കെ ഇനി നിറയെ പറയാം, പറഞ്ഞുകൊണ്ടേ ഇതാവില്ല. അങ്ങനെ അനുഭവിച്ചു ഈ ഭഗവാനെ. അപ്പൊ ഈ ഭഗവാൻ മനുഷ്യരൂപേണ ഇരുന്നിട്ട് ദൈവത്തിന്റെ അംശമാണ്, ദൈവമാണ്. പക്ഷെ മനുഷ്യരൂപേണ മനുഷ്യരുടെ കൂടെ ഇരുന്ന് ആ പ്രേമ നമുക്ക് മനസ്സിലാവാണ്ട് ആ പ്രേമ കൊണ്ട് നമ്മളെ വശീകരിച്ച സ്വാമി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ശ്രീ മായാകൃഷ്ണനാണ് സ്വാമി. സാധാരണ ഒരു മനുഷ്യന്റെ മാതിരി നമ്മൾക്ക് തോന്നും. ഭഗവാൻ ചെയ്യണതുണ്ടല്ലോ. ആ ഡിക്ലറേഷനിൽ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്പീച്ച് ഒന്നും കൊടുത്തുവല്ലോ, നിങ്ങളെല്ലാവരും നോക്കിയിട്ടുണ്ടാവും. ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. അന്ന് ഭഗവാനെ അവരൊക്കെ കണ്ടിട്ടുണ്ട്, കൃഷ്ണനായിട്ട് കണ്ടിട്ടുണ്ട്. എന്തൊക്കെയാ അവരൊക്കെ അനുഭവിച്ചിരിക്കേണ്ടത്. അതായത് സാധാരണ മനുഷ്യനെ മാതിരി. ആ ഒരു പാട്ടുണ്ടല്ലോ, യേശുദാരി സത്യനാരായണ മാനുഷ വേഷധാരി സത്യനാരായണ. ആ പാട്ടുണ്ടല്ലോ. അതൊക്കെ നമ്മൾ അന്ന് നഗരസംഗീതത്തിന് പാടുന്ന പാട്ടുകളാണ്. ഇതുകൊണ്ടാ ഞാൻ പറയണേന്ന് പറഞ്ഞാല്, എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പോരാ. അത് എക്സ്പീരിയൻസ് ഭഗവാനെ മനസ്സിലാക്കാനാണ് എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് പറയണത് അതിനാണ്. ഭഗവാനെ എല്ലാം അറിയാം. നമ്മുടെ സകല ഇപ്പൊ എനിക്ക് ഇത്ര വിൽ പവർ ഉണ്ടെന്ന് ഭഗവാൻ അറിയാം. എനിക്കറിയോ 4 കുട്ടികളായി, അയ്യോ എനിക്ക് ഗവനിക്കാനിരിക്കുക, ഇതൊക്കെ ഞാൻ പറഞ്ഞാലും നിന്നെ കൊണ്ടാവും. യു ക്യാൻ ഡു ഇറ്റ്. ഇതാണ് ഭഗവാൻ ചെയ്യുന്നത്. അച്ചീവ് നമ്മൾ നമ്മുടെ ലൈഫ് അച്ചീവ് ചെയ്യണമെന്നാ ഭഗവാൻ പറയണത്. അത് ഭഗവാൻ കാണിച്ചു തരുന്നതാണ് എക്സ്പീരിയൻസ്. അതിന് 4 കാറ് പറയും സ്വാമി. സംസ്കാരം അല്ല എന്താ ചമത്കാരം, അല്ല സംസ്കാരം, ചമത്കാരം, സംസ്കാരം, പരോപകാരം, സാക്ഷാത്കാരം. ഈ 4 കാറാണ് ഭഗവാൻ പറയണത്. ഇതാണ് സ്വാമി ചെയ്യണ പണി. നമുക്കതൊന്നും അറിയണില്ല.
നമ്മൾ എന്താ സ്വാമി കോൺഫറൻസിൽ മിണ്ടുന്നുണ്ട്, ആ മിണ്ടിയത് തന്നെ തിരിച്ചും മിണ്ടുന്നുണ്ട്. എന്താ മിണ്ടണത്? ആ പരമാത്മാവിനെ അടയാനുള്ള വഴി ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞതാണ്. ഇത് ഭഗവാൻ ഇപ്പൊ നമ്മൾക്ക് പറയണത്. ഈ ജീവാത്മാൻ ഇങ്ങനെ ഇരുന്നാൽ പോലെ പരമാത്മാവിനോട് കൂടി ഐക്യമാവേണ്ടേ? അതല്ലേ നമ്മുടെ ജന്മം. അപ്പൊ ഈ മായേനെ വിലക്കണം. അതാണ് സ്വാമി പറഞ്ഞത്. എനിക്ക് മായ പോയി എന്ന് പറഞ്ഞ ബുക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയത്. മായ എന്നെ വിട്ടു. അത് സ്വാമി കാണിച്ചു തന്നു നമ്മുടെ ജീവിതത്തില്. അത് നമ്മൾ മനസ്സിലാക്കാനുള്ള ശക്തി സ്വാമി തരണം. ഇന്റർവ്യൂവില് ഭഗവാൻ വേണ്ടിയ അതിന് അർത്ഥം തന്നെ നമുക്ക് മനസ്സിലാവില്ല. അതിന്റെ അർത്ഥം 2 മാസം കഴിഞ്ഞിട്ടേ മനസ്സിലാവുള്ളൂ. ഇവർക്ക് പൂണലിടുമ്പോ സ്വാമി പറഞ്ഞു അടുത്ത ജനുവരിയിൽ വരാൻ പറഞ്ഞു. അല്ല, അടുത്ത ജനുവരി കൊല്ലം പറഞ്ഞില്ല, ജനുവരി 16 മേലെ വരൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ എന്താ പുറത്ത് നിന്നിട്ട് ആലോചിച്ചു. ഒരു കൊല്ലവും ചോദിച്ചില്ല, ഭഗവാന്റെ അടുത്ത് ഒന്നും ചോദിച്ചില്ല. എപ്പോഴാ വരാൻ? അത് വന്നുകൊണ്ടേ ഇരിക്കുമോ? എന്താ ചെയ്യണ്ടേന്ന് നമ്മൾ ഓരോ കൊല്ലവും വരും. അങ്ങനെ 2ാമത്തെ കൊല്ലാണ് സ്വാമി ഇട്ടത്. വെയിറ്റ്. സ്വാമിയുടെ ആ വെയിറ്റിന് വളരെ അർത്ഥങ്ങളാണ്. സ്വാമിയുടെ ഈച്ച് ആൻഡ് എവരി വേർഡ്സ് ഈസ് വേദ. അത് നമ്മൾ മനസ്സിലാക്കാനാണ് ഈ എക്സ്പീരിയൻസ്. അത് ജനങ്ങളെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നും, ഭഗവാൻ ഇതൊന്നും ഒരു കാര്യമല്ല, അങ്ങോട്ട് എന്ത് വേണമെങ്കിലും ചെയ്യും. പക്ഷെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് നമ്മൾ പ്രോഗ്രസ്സും ആവണില്ലല്ലോ, ഒന്നും ആവില്ലല്ലോ. ഇങ്ങനെ തോന്നും എനിക്ക് ചിലപ്പോൾ. ഇങ്ങനത്തെ ഭഗവാനെ നമ്മൾ കൈവിടാൻ പാടില്ലല്ലോ. കൈയും വിട്ടു എന്ന് ഭഗവാൻ പോയ പിന്നെ വളരെ സങ്കടമായി. ആ രൂപത്തിനെ വിശ്വസിക്കണം, അരൂപം നമ്മൾ നോക്കണം. അരൂപത്തിലെ ഭഗവാനെ നോക്കണം. പക്ഷെ നമ്മളെ മനസ്സങ്ങനെ തോന്നുന്നില്ല. വളരെ കരഞ്ഞു ഞാൻ. കരഞ്ഞ് കുട്ടികളൊക്കെ പറയും, എന്റെ പേരക്കുട്ടിക്കാലൊക്കെ പറയും, എന്തിനാ പാട്ടി കരയണേ? എനിക്ക് നിൽക്കാൻ വയ്യ, അങ്ങനെ കരച്ചിലും. സ്വാമി പോയപ്പോ എനിക്കൊക്കെ പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സ്വാമിയുടെ ബോഡിയുടെ അടുത്ത് എനിക്ക് സീറ്റ് കിട്ടി. ഇത്രയും കൂട്ടുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്കൊക്കെ അറിയാം, ഭഗവാന്റെ ബോഡി ഇരിക്കുമ്പോ അവിടെ ആ ഗോകുലത്തു നിന്നാണ് കൂട്ടം ലൈൻ. ആ ലൈനിലൊക്കെ പോയിട്ട് VIP സ്ഥലത്ത് എന്നെ കൊണ്ടിരുത്തി ഭഗവാൻ. ഭഗവാന്റെ ബോഡിയുടെ അടുത്താ ഞാൻ നടക്കൂ. ഞാൻ ഒന്നുമില്ല, 0 ആണ് ഞാൻ. പക്ഷേ എനിക്ക് ഭഗവാൻ വേണം എന്നുള്ള ആശ ഉണ്ടായിരുന്നു. പക്ഷെ ഈ സ്വത്തുകളും ബാക്കികളും ഒക്കെ വേണം. പക്ഷെ എനിക്ക് ഭഗവാൻ വേണം എന്നൊരു ആശ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഭാഗ്യമായിരിക്കും. അല്ലാണ്ട് ഞാൻ വേറെ ഒന്നും എനിക്ക് അറിയണില്ല. എനിക്ക് കുടുംബങ്ങളുണ്ട്, കുട്ടികള്, ആൾക്കാര് എല്ലാം വലിയ കുടുംബങ്ങളാണ്, ഒക്കെ ഉണ്ട്. ഒക്കെ എന്നാലും എനിക്ക് ഭഗവാൻ വേണമെന്ന് അതിലൊരാശ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ആ ഒടുവിൽ ബാഡിയുടെ അടുത്ത് നിങ്ങൾ പോയി ഇരുന്നു എന്ന് എല്ലാവരും ചോദിക്കണം. അയ്യോ, ഈ കൂട്ടത്തിൽ നിങ്ങൾ എങ്ങനെ എന്നെ VIP എന്ന് പറഞ്ഞാൽ അകത്ത് കടത്തി. VIP ആണെന്ന് പറഞ്ഞിട്ട് അകത്ത് കടത്തിയോ? നമ്മുടെ സാമർത്ഥ്യമല്ല. അതെ, ഒന്നും അല്ലാത്ത എനിക്കും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായമ്മ. ആരുമേ അല്ല, ഒന്നുമേ അല്ലാത്ത എനിക്കും ഭഗവാന്റെ ബോഡിയുടെ അടുത്ത് ഇരിക്കാനുള്ള ഭാഗ്യം. അവിടെ ഇരുന്നോ? ഓ, അസാധ്യ ഭാഗ്യം തന്നെയാ മോളെ. അത് അസാധ്യ ഭാഗ്യമാണ്, കിട്ടില്ല. വളരെ അതില് അതേമാതിരി എനിക്ക് ഇനിയൊന്നും സ്വാമി ചെന്നു. അപ്പൊ 2011 എല്ലാ സ്റ്റുഡൻസ്, എന്റെ മോൻ സ്റ്റുഡന്റ് ആണല്ലോ, എല്ലാ സ്റ്റുഡന്റെയും പാരന്റ്സിനെ വിളിക്കും. എല്ലാ കൊല്ലവും സ്വാമി വിളിക്കും. അപ്പൊ അങ്ങനെ വിളിച്ചപ്പോ ഞങ്ങൾ പോയപ്പോ എന്റെ കൂടെ ഒരു പുതിയ ഡിവോട്ടി വന്നിട്ടുണ്ടായിരുന്നു ബോംബെയിൽ നിന്ന്. അപ്പൊ അവള് പറഞ്ഞു, മാമിയുടെ കൂടെ വന്നാൽ എനിക്ക് ഭഗവാനെ കാണാം. ഞാൻ പറഞ്ഞു, അങ്ങനെ നീ പറയാൻ പാടില്ല, നിന്നെ സ്വാമി വിളിക്കുന്നു പറ. മാമിയുടെ കൂടെ വന്നാൽ എനിക്ക് ഭഗവാനെ കാണാമെന്ന് അങ്ങനെ പറയാനേ പാടില്ല. ഭഗവാൻ വിളിച്ചിട്ടാ നീ പറയണത്, അല്ലാണ്ട് ഞാൻ വിളിച്ചിട്ടല്ല പറയണത്. അതേമാതിരി എന്തായി, അവള് അവിടെ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഇത് ഫസ്റ്റിലിരിക്കാം. പാരന്റ്സിന് എല്ലാവർക്കും അലൗഡ്, എല്ലാവരുടെ അടുത്തും സ്വാമി വരുമൊക്കെ ചെയ്യുമല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇവള് പുട്ടപർത്തി കണ്ടിട്ടില്ലല്ലോ, അപ്പൊ ശരി, ഇവളെ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് ഞാൻ ഗോകുലമൊക്കെ കാണിച്ചു. അതൊക്കെ കാണിച്ച് എല്ലാം കാണിച്ച് ഞങ്ങൾ പതുക്കെ വരിക. പതുക്കെ എനിക്കെന്താന്ന് എപ്പോ പോയിരുന്നാലും നമുക്ക് തരാന്നല്ലേ പറഞ്ഞിരിക്കണേ. അപ്പൊ സ്വാമി വരുമല്ലോ എന്നുള്ള വിചാരം. അപ്പൊ ഇവൾക്ക് ഒരു കാണിയും കാണിച്ചു കൊടുത്തിട്ട് വന്നാല് ഇക്കൊല്ലം അങ്ങനെയല്ല പറഞ്ഞു അവര്. അത് സ്വാമി പോവാൻ പോണുണ്ടല്ലോ, സ്വാമിയുടെ സമാധി ആവാൻ പോണുണ്ട്, നമുക്കറിയില്ലല്ലോ. 3000 പേരാ. ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ കണ്ടിട്ടില്ല. പാരന്റ്സും വൈഫും എല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. എല്ലാ പോലെ ഞാനും പോവും.
3000 പേരാ. അവർക്കൊക്കെ ടോക്കണാണ്. അവര് ടോക്കണാണ്, അല്ലാണ്ട് സാധിക്കില്ല. അപ്പൊ എനിക്ക് നിറയെ ആൾക്കാരെ അവിടെ അറിയാം. അവിടെ നമ്മുടെ ഇവിടെ കാന്തമ്മേനെ അറിയാം. കാന്റീനിലുള്ള കാന്തമ്മേനെ ഞങ്ങൾ രാജമന്ത്രി പോയപ്പോഴാ സ്വാമി അവിടുന്ന് അവളെ കൂട്ടിക്കൊണ്ടുവന്നത്. അതേമാതിരി അനന്തപൂരിലെ ഈ അമ്മയുണ്ടല്ലോ വാർഡൻ, അവളെ അറിയാം. അവൾ ഒറീസയിൽ നിന്ന് സേവാദളായിട്ട് വന്നതാ. പിന്നെയാണ് അവൾ സ്വാമിയുടെ കോളേജിൽ അവൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കോളേജിൽ ജോലി കിട്ടി അവർക്ക്. ഇതൊക്കെ അമ്മയ്ക്ക് അപ്പൊ ആ കാലത്ത് തന്നെ അവരുടെ അടുത്തൊക്കെ ഇതാണ്, വലിയ ക്ലോസ് ആണ്. ഇപ്പൊ വേദനാരായണന്റെ അമ്മ, വേദനാരായണന്റെ അമ്മയും ഞാനും, അവർ കോഴിക്കോടാണ്, ഞാനും സർവീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനല്ല പറയണത്. അപ്പോ ഞാൻ എന്താ പറയണതെന്ന് ചോദിച്ചാല്, സ്വാമി ഞങ്ങൾക്ക് ഒടുവിലാക്കി, ഞങ്ങൾക്ക് ടോക്കൺ ഇല്ല എന്ന് പറഞ്ഞു. ഇത്ര നേരമായിട്ട് വന്നിട്ടുണ്ട്, ഇനി എങ്ങനെ ടോക്കൺ ഉണ്ടാക്കാൻ? ഞങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യണം? എന്താ അമ്മ ഇങ്ങനെ ചെയ്ത്? അവർക്ക് എന്നെ അറിയാം, അമ്മ എന്താ ഇങ്ങനെ ചെയ്ത്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഈ അമ്മയ്ക്ക് ഒന്ന് കാണിച്ചു കൊടുത്തു. എനിക്ക് ഇത്രയായാലും ഭഗവാൻ ഞങ്ങൾക്ക് തരുമെന്ന് വിചാരിച്ചു. പക്ഷേ കൂടി 3000 പേരാണ്. ഞങ്ങൾ ടോക്കൺ കിട്ടും. ഒടുവില് പോയി ഇരിക്കൂ. ഒടുവിലെന്ന് വെച്ചാൽ പൂർണ്ണചന്ത ആടിയത്തിന്റെ വാളുണ്ടല്ലോ, ചെവരുണ്ടല്ലോ, അതിന്റെ അടുത്ത്. ഇനി അവിടെ അതിന് പിന്നെ ആരും ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ അത്ര ഒടുവില് കൊണ്ടിരുത്തി നിങ്ങൾ. ശരി ഭഗവാന്റെ അപ്പൊ അവള് പറഞ്ഞു, പാവം എന്നെ കാരണം മാമിക്ക് പോയി, മാമിക്ക് അല്ലെങ്കിൽ ചാൻസ്, മാമിയുടെ മകന്റെ അമ്മയല്ലേ മാമി, സ്റ്റുഡന്റ് ആണ്, മാമിക്ക് കിട്ടിയിട്ടുണ്ടാവും, നോക്കൂ ഞാൻ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോയി. നീ ഇങ്ങനെ പറയരുത് ലളിതേ. സ്വാമിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ മുക്കിലിരുന്നാലും ഭഗവാൻ എന്റെ കൂടെ, എന്റെ അടുത്ത് വന്ന് എനിക്ക് തരണം എന്നുണ്ടെങ്കിൽ വരും. നീ എന്തിനാ അങ്ങനെ പറയണത്? എന്നെയും ഭാവാൻ നീ ആദ്യമായിട്ട് വരണതാ. ഇത്ര ഒടുവിൽ എങ്ങനെ സ്വാമി വരുന്നു ചോദിച്ചോ. ഞാൻ പറഞ്ഞു, വരും, നീ എന്തിനു പേടിക്കാണ്ടിരിക്കുന്നു. അത് തോന്നിയത് നല്ലതായി. അതെന്തായെന്ന് കഴിഞ്ഞാൽ ഭഗവാൻ ഇറങ്ങി സ്റ്റുഡൻസിന്റെ അടുത്താണ് മുമ്പിൽ പോയത്. അവരുടെ അടുത്ത് മിണ്ടി കഴിഞ്ഞിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു, അവർ വീൽ ചെയർ തള്ളിക്കൊണ്ടുവരേണ്ടവരുടെ അടുത്ത് പറഞ്ഞു, ആൺകുട്ടികളുടെ അടുത്ത് പറഞ്ഞു, നേരെ ലാസ്റ്റ് ലൈനിലേക്ക് വേറെ എങ്ങും പോണ്ടെന്ന് പറഞ്ഞു. ലാസ്റ്റ് ലൈനിലേക്ക് പോയാൽ മതി. എല്ലാവരും നോക്കിയിരിക്കുക. അവരൊക്കെ 3 മണിക്ക് വന്നിരിക്കാൻ തുടങ്ങിയത്. ആ പാവങ്ങൾ അവരെല്ലാവരെയും സ്വാമി സ്വാമിയുടെ നോട്ടം എല്ലാവരുടെ അടുത്തുമായി. എല്ലാവരെയും നോക്കിക്കൊണ്ടേ വീൽ ചെയർ ആ സൈഡ് കൂടെ ഒരു സ്ഥലത്ത് നിൽക്കാണ്ട് ഒടുവിലത്തെ ലൈനിലേക്ക്, ഞങ്ങളുടെ ലൈനിലേക്ക് വന്നാ ഓരോ ആൾക്കാരെയായിട്ട് ഇങ്ങനെ നോക്കി നോക്കി നോക്കി. ഇതാ ഫോട്ടോ ഇവിടെ ഉണ്ട്, അത് ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ. അങ്ങനെ നോക്കി 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 എന്റെ അടുത്ത് വന്നു. ഇവിടെ നിന്ന് കാണിച്ചാൽ അറിയാവോ നിങ്ങൾക്ക്? കാണിച്ചാൽ അറിയാൻ നേരത്തെ അറിയും. എന്റെ അടുത്ത് വന്നിട്ട്, സ്വാമി ഞാൻ പറഞ്ഞു ലളിതയുടെ അടുത്ത് നമ്മൾ അഹംഭാവത്തിൽ ഇരിക്കാൻ പാടില്ല. ഭഗവാൻ ചിലപ്പോ ഇവിടെ വന്നാലേ നമ്മളെ നോക്കാണ്ട് ആ ഭാഗത്തേക്ക് നോക്കിക്കളയും. അതുകൊണ്ട് ലളിതയെ പ്രാർത്ഥിക്കൂ, അതാ നല്ലത് എന്ന് പറഞ്ഞു ഞാൻ. അതേമാതിരി ഈ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് വന്നു. അതിൽ കാണാൻ പറ്റുന്നുണ്ടോ നോക്കൂ. തെറ്റുണ്ടോ? ഞാനാ തുടർന്നേ കാല്. കാണാം 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 കാണാം. ഒടുവിലത്തെ ലൈനിലേക്കാ വന്നിരിക്കുന്നത്. അതെ അതെ, എല്ലാവരും ദർശനം. ലാസ്റ്റ് ദർശനമാണ് ഭഗവാന്റെ. അതെ. സേവാദലനും കൊടുത്തിരുന്നു. അയ്യോ, അത് കഴിഞ്ഞിട്ട് സേവാദലനും ഇതുപോലെ എല്ലാ സേവാദൽസിനും ഞാൻ കണ്ടു, അത് കണ്ടു ഞാൻ. അത് അവസാന ദർശനം ആയിരുന്നു. അത് എനിക്ക് അങ്ങോട്ട് ഇന്ന് ഞാൻ മെഡിറ്റേഷൻ കാലത്ത് ഓങ്കാരം സുപ്രഭാതം ഡെയിലി പറയും. ആ മെഡിറ്റേഷനിൽ ഇന്ന് ഭഗവാന്റെ ഈ കാല് തുടർന്നാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കണം എപ്പോഴും. ഇതിങ്ങനെ കൊടുത്തുല്ലോ സ്വാമി എനിക്ക്. എന്താ അമ്മ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മ? പിന്നെ നവംബറില് 17-ാം തീയതി അമ്മയ്ക്ക് പറയാൻ പറ്റുമോ? എന്ത് പറയുന്നു? നവംബർ 17-ാം തീയതി കൂടെ ഒരു ചാൻസ് തന്നാലോ? എന്താ പറയേണ്ടത് പറയും. അല്ല, ഇത് തന്നെ ഭഗവാനെ പറ്റി തന്നെയാണ് പറയേണ്ടത്. നവംബറില് ഒരു ദിവസം 17-ാം തീയതി തരട്ടെ അമ്മയ്ക്ക്? നവംബർ 17. അതായത് ബാക്കിയെല്ലാം ആയി കഴിഞ്ഞു, 2 ഡേറ്റേ ബാക്കിയുള്ളൂ. അതിലെ 17 അമ്മയ്ക്ക് തരട്ടോ? ശരി, നോക്കട്ടെ. അതെ, 17-ാം തീയതി എവിടെയാണെങ്കിലും അമ്മയ്ക്ക് ചെയ്യാം. പൂനെയിലാണെങ്കിലും പുട്ടപർത്തിയിലാണെങ്കിലും എവിടെ ഇരുന്നാട്ടും ചെയ്യാമല്ലോ, ഓൺലൈൻ അല്ലേ? അതെ അതെ, അത് ശരി. അപ്പൊ അമ്മയ്ക്ക് 17-ാം തീയതി ഞാൻ വെക്കുവാണേ. എത്ര മണിക്ക്? കാരണം ഇത്രയും കാലം 68 തൊട്ടൊക്കെ ഭഗവാന്റെ കൂടെ നിൽക്കുന്ന
ഭഗവാന്റെ കൂടെ കഴിയാൻ മഹാഭാഗ്യം കിട്ടിയവര് വളരെ കുറവാണ് അമ്മ. ഇപ്പൊ അല്ല, വളരെ 65. കുറവല്ലേ? അപ്പൊ അവരുടെ അനുഭവങ്ങളിലൂടെയാണ് ഭഗവാനെ നമ്മൾ അറിയുന്നത്. ഇതെല്ലാം ഈ അന്തർശൗച യജ്ഞത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നു. ഓരോരുത്തരും ഇതുവരെ 380 പേരോളം, 85 പേരോളം പങ്കെടുത്തു. നമ്മുടെ 385 ദിവസമായിട്ട് നമ്മളിത് ചെയ്യുവാണ്. ഓരോരുത്തർക്കും ഭഗവാന്റെ മഹിമയാണ് അവരുടെ അനുഗ്രഹങ്ങളിലൂടെ നമ്മൾ പറയുന്നത്. ഇത് സായി മഹിമയുടെ, സായി ഭാഗവതം ആണ് പറയുന്നത്. അപ്പൊ അമ്മയെ പോലെ ഇത്ര അധികം ഓൾഡസ്റ്റ് ഡിവോട്ടി, വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഡിവോട്ടീസ് അമ്മ 17-ാം തീയതി അമ്മയ്ക്ക് തരുവാണ് എന്തായാലും. നവംബർ 17, നവംബർ 23-ാം തീയതി ഭഗവാൻ സമർപ്പിക്കുകയാണ് ഇത്. നവംബർ 17-ന് നമ്മൾ അന്തർശൗചയജ്ഞം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് നിർത്തലാക്കുകയാണ്. 1.25 വർഷമായി തുടങ്ങിയിട്ട്. അപ്പൊ നവംബർ 23-ന് ഭഗവാന് സമർപ്പിക്കുകയാണ്. അപ്പൊ അതിന് മുമ്പ് ഒരു ഡേറ്റ് 17-ാം തീയതി ഫ്രീ ആണ്. അന്ന് അമ്മയ്ക്ക് തരാം, അന്ന് അമ്മ ചെയ്യണം. കാരണം ഇനിയിപ്പോ നമുക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് ഇപ്പൊ സമയമായല്ലോ. അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും അമ്മയുടെ അനുഭവം കേൾക്കണം. അനുഭവം എന്ന് വെച്ചാൽ ഭഗവാൻ മഹിമ, അത് അമ്മ പറയുമ്പോഴേ ഭഗവാന്റെ ആ ഒരു സന്ദേശം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്, വളരെ മനോഹരമായിട്ട്. അതുകൊണ്ട് അത് അമ്മ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞേ പറ്റും. അല്ലാണ്ട് നമുക്ക് എന്താ വാല്യൂ പറയും? നമ്മള് സീറോ ആണല്ലോ. സീറോ ആണ് ഭഗവാൻ അത് ഹീറോ ആക്കണ്ടല്ലോ സ്വാമി. അതാണ് ആലോചിച്ചത് ഞാൻ. സീറോസിനെയാണ് ഭഗവാൻ എപ്പോഴും ഹീറോസ് ആക്കുക. അപ്പൊ അമ്മയുടെ ഈ അനുഭവം നമ്മളുടെ ഈ ഗ്രൂപ്പിന് ഒരു പ്രാവശ്യം കൂടെ കേൾക്കണം. അത് നവംബർ 17. ഓക്കെ, സായിരാം. മണി 9 ആയോ? അല്ല 9 അല്ല സായിരാമ. ഇപ്പൊ നമുക്ക് സോറി, എനിക്ക് നിർത്താനൊട്ടും ഇഷ്ടം ഉണ്ടായിട്ടല്ല, പക്ഷെ നമ്മുടെ സമയം അതിക്രമിച്ചത് കൊണ്ട് നമുക്ക് തൽക്കാലം ഭഗവാന്റെ ഒരു ക്ലിപ്പിടും. അത് കഴിഞ്ഞിട്ട് അമ്മ ഒരു ഭജന പാടണം. ശരി, അത് പാടാം. അപ്പൊ ഞാൻ ഇത്ര തയ്യാറാക്കിയിട്ടുണ്ട്. സ്വാമിയുടെ ഡെക്ലറേഷൻ ഇതിന് വളരെ തയ്യാറാക്കിയിട്ട് വന്നിരിക്കുക സ്വാമിക്ക് ഞാൻ. അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. സായിരാം, സായിരാം, സായിരാം. സ്വാമിയുടെ ഡിക്ലറേഷൻ ഡേ എന്ന് പറഞ്ഞിട്ട് വളരെ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഞാൻ നോട്ട്സ്. ഡിക്ലറേഷൻ ഓക്കെ. സ്വാമിയുടെ ഇത് കഴിഞ്ഞിട്ടേ അമ്മ ഒരു 10 മിനിറ്റും കൂടെ പറഞ്ഞോളൂ ഡിക്ലറേഷനെ പറ്റിയിട്ട്. അത് ഭഗവാനെ പറഞ്ഞതാണ് ഞാൻ പറയുന്നത്. ഭജന പാടിയില്ലെങ്കിലും കുഴപ്പമില്ല, അത് പറഞ്ഞാ മതി. ഇത് കഴിയട്ടെ, ഭഗവാന്റെ കഴിയട്ടെ. സായിരാം. അതായത് ഭഗവാന്റെ ഇതിനെ, ഭഗവാന്റെ ഒരു ക്ലിപ്പ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ഭഗവാന്റെ ഒരു ക്ലിപ്പാണ്. അതായത് ഭഗവാന്റെ ఈ భూమి చుట్టూ తిరిగేటువంటి ఒక గ్రహం లోపల ఈ నరకుడు అనేటువంటి ఒక చిన్న గ్రహం. The planets that revolve around this world, నరకుడు is one. ఈ గ్రహము భూమికి సమీపించి ఏ విధమైన ప్రమాదం సంభవించదు అని ప్రజల లోపల చాలా భయాందోళన అభివృద్ధి కావడం చేత వీరి భయాందోళన దూరం కావించే నిమిత్తమై కృష్ణుడు ఈ నరకుడు అనేటువంటి ఒక ఉపగ్రహమును కల్పించారు. Such a planet may come very close to Earth any time and put the humanity to suffering, and therefore Krishna killed it. This also assume the physical form. 8 years ago, there was also this feeling that the merger of the 8 planets is strong. నరకానేటువంటి ఉపగ్రహము భూమికి సమీపంగా వచ్చి ప్రజలు చాలా భయాందోళన కలిగింది. Similarly, 5,000 years ago, this planet Naraka also threatened the humanity. ప్రజల యొక్క బాధను నివారణ గావించి to make people away from suffering, వారికి ధైర్యోత్సాహం అందించే నిమిత్తమై to give them encouragement, కృష్ణుడు ఆదుకొని Krishna came to the refuge ఆదరించాడు and protected them. అట్టి పవిత్రమైన చిత్రమే ఈనాడు నరకాసుర వధ అనేటువంటి రీతి కింద దీపావళి కింద మనం చూసుకుంటున్నాం, అనుభవిస్తున్నాం. Such one is treated as Narakasura Vadha or Deepavali today.
സായിരാം. സാരമ്മ തുടങ്ങിക്കോളൂ. എന്താ ഒരു 10 മിനിറ്റും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. എന്നിട്ടൊരു 10 പാടിക്കോളൂ. സായിരാം. ഭഗവാന്റെ അല്ലേ? ഭഗവാൻ എന്താ പറഞ്ഞിരിക്കണെന്ന് വെച്ചാൽ ബെള്ളാരി കമ്മീഷന്റെ കൂടെ ഭഗവാൻ ഇവിടെ പോയില്ലേ, വിരൂപാക്ഷി മന്ദിർ പോയത് കഥ സ്വാമി പറഞ്ഞില്ലേ ഇന്ന്, കേട്ടില്ലേ നിങ്ങള്? അതൊക്കെ അറിയാം അമ്മ. ഡിക്ലറേഷനെ പറ്റി എന്ത് പറയാനാണ് പ്രിപ്പയർ അത് പറഞ്ഞോളൂ. അതെ, ഡിക്ലറേഷൻ സ്വാമിയുടെ പറയണെങ്കില് ഭഗവാൻ അന്ന് തന്നെ ഞാൻ ആരാന്നുള്ളത് പറയാൻ പോകണമെന്ന് പറഞ്ഞിട്ടല്ലേ സ്വാമി പുറത്തു വന്നത്. ഹൂ ഐ ആം എന്ന് പറഞ്ഞത്. അതാണ് സത്യസായി ബാബ എന്ന് സ്വാമി പറഞ്ഞത്. സത്യസായി ബാബ എന്ന് പറഞ്ഞത് ശരി. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ എന്താ ചെയ്തത്? അതാണ് ചെയ്തത്. അതാണ് സ്വാമിയുടെ കളി. ഭഗവാൻ എങ്ങനെ കൃഷ്ണലീല കാണിച്ചുവോ അതേമാതിരി വീട്ടിൽ തന്നെ അവർക്ക് അറിയാണ്ടേ ചെയ്തു. കൊണ്ടമരാജന് മാത്രം ആ ഗുരുവിന്റെ സ്വപ്നം കണ്ടതുകൊണ്ട് അങ്ങോർക്ക് മനസ്സിലായി. അത് ഭഗവാൻ കൊണ്ടമരാജൻ എന്ത് ചെയ്തു? അവരുടെ, ഞാൻ ചുരുക്കത്തിൽ പറയാട്ടോ, കഥയായിട്ട് പറയണില്ല, ഞാൻ പെട്ടെന്ന് ആ പോയിന്റ്സ് ഒക്കെ പറയാറിയാലോ. ആ കുടുംബം വലിയ കുടുംബമാണ്. അങ്ങോരുടെ കൂടെ 2-3 ബ്രദേഴ്സാണ്. ഉടനെ അങ്ങോരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, മായയെ നീക്കി നമ്മളും പോണം, ഇത് സത്യ ഭഗവാൻ അവതാരമാണ് എന്റെ പേരക്കുട്ടിന്ന് മനസ്സിലാക്കിയിട്ട് ആ ഭാഗം തിരിച്ചിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു, അനുജന്മാരുടെ അടുത്ത് നിങ്ങൾക്ക് വേണ്ടതൊക്കെ എടുത്തോളൂ, എനിക്ക് ഒരു ചെറിയ വീട് മാത്രം മതി. അപ്പൊ അവര് പറഞ്ഞു ശരി അങ്ങനെ തരാൻ ജ്യേഷ്ഠ, പക്ഷെ പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്നേ ചോദിക്കാൻ പാടുള്ളൂ, എനിക്ക് എന്റെ സത്യാവിനെ വിട്ടു തന്നാ മതി. ആ സത്യ എന്ന് പറയുന്ന കുട്ടീനെ ഞാൻ എന്റെ പേരക്കുട്ടീനെ എന്റെ കൂടെ വിട്ടു തരണം, എനിക്ക് അതൊക്കെ ആവശ്യമുള്ളൂ അന്ന് പറഞ്ഞിട്ടുണ്ട് കൊണ്ടമരാജ്. എന്നിട്ടാണ് ഭഗവാൻ വെച്ച് വിളമ്പി കൊടുക്കും, മുത്തച്ഛന് വായിലിട്ട് കൊടുക്കും, മുത്തച്ഛനെ നോക്കിയിട്ടേ സ്കൂളിലേക്ക് പോവുള്ളൂ. അപ്പൊ പറഞ്ഞു അങ്ങോര്, യു ആർ എ വെരി ഗ്രേറ്റ് സോൾ, എനിക്കിപ്പോഴാണ് മനസ്സിലായത് എന്ന് പറഞ്ഞിട്ട് അങ്ങോര് വളരെ ഇതായിട്ടാ പറയണേ. മുത്തച്ഛൻ വളരെ നന്നായിട്ട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇത് എന്തിനാ പറയണെന്ന് വെച്ചാല് അവർക്കൊക്കെ കാണിച്ചു കൊടുത്തു. ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല് സ്വാമിയുടെ ലീല കൊണ്ട് ഭഗവാനാണെന്ന് എല്ലാവരെയും അറിയിപ്പിച്ചു. ഞാൻ നിങ്ങളുടേതല്ല, എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ സ്വാമി പുറത്തു വന്നത്. ആ മാനസഗജരെ പാടിയതും അതെല്ലാവർക്കും അറിയാം. അപ്പോ ഭഗവാൻ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാല്, അന്നേ എന്നെ ഭഗവാൻ എന്ന് അറിഞ്ഞത് ഞാൻ ഈ മുനിസിപ്പൽ ചെയർമാൻ രാമരാജു അങ്ങോരുടെ പേര്, അങ്ങോരാണ് സ്വാമി എന്ന് അറിഞ്ഞിട്ട് ശേഷമരാജുവിന്റെ അടുത്ത് പറഞ്ഞിരിക്കണം അല്ലേ? അതൊക്കെ സ്വാമി പറഞ്ഞിട്ടുണ്ടല്ലോ. അതേമാതിരിയാണ് കമലമ്മയും സുബ്ബമ്മയും സ്വാമി പറയാ. സുബ്ബമ്മയുടെ അടുത്ത് സ്വാമി കളിച്ചിരിക്കുന്നത് സാധാരണ കളിയല്ല. എനിക്ക് ഇപ്പൊ ദോശ വേണമെന്ന് പറയത്തേ, ദോശ കൊണ്ടു കൊടുത്താൽ എനിക്ക് അത് വേണ്ട, എനിക്ക് ഇഡ്ഡലി കൊണ്ടുപോവാ. ഇഡ്ഡലി കൊണ്ടുപോയാൽ പറയത്രേ ഉപ്പുമാ കൊണ്ടുപോവാ. അപ്പൊ അവളെല്ലാം തയ്യാറാക്കും അത്രേ പാവം. അപ്പൊ എന്നിട്ട് ഒരു ദിവസം സ്വാമി വിളിച്ച് പറയാത്രേ, ഞാൻ എന്തുകൊണ്ടാ നിന്നെ ഇത്ര കഷ്ടപ്പെടുത്തിയെന്ന് എനിക്കറിയാം, പക്ഷെ എന്തുകൊണ്ടാന്നറിയോ, ഭാവിയില് സുബ്ബമ്മയുടെ ഭക്തിനെ നോക്കൂന്ന് നിന്റെ പേര് വളർത്താൻ വേണ്ടി. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് പറയും? ഇപ്പൊ ഈ സെന്റൻസിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയതെന്ന് എനിക്ക് പറയും. അതിന്റെ അർത്ഥം എന്താ പറയൂ? നിന്റെ കഷ്ടങ്ങളെ നാളെ ഭക്തിയായിട്ട് അവർ പറയും. ജനങ്ങള് കഷ്ടത്തിനെ സഹിച്ചില്ലേകള്. അപ്പൊ ഇങ്ങനത്തെ ഭക്തിയാണ് വേണ്ടത് എന്നുള്ളത് അന്ന് തന്നെ സ്വാമി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മൾ എന്താ പാർട്ട് ടൈം വർക്കേഴ്സാ ഫുൾ ടൈം വർക്കേഴ്സാ നമ്മൾ തന്നെ നോക്കാം. സുബ്ബമ്മയും കമലമ്മയുമാണ് ഭഗവാന്റെ ലീലകൾ മുഴുവനും പുറത്തെടുത്ത് പറഞ്ഞിരിക്കുക ആ കാലത്ത്. ഇത് സ്വാമിയാണ്. ആ വട തിന്നുമ്പോ സുബ്ബമ്മ പിന്നിലെ ഓടിന്നാ പറയുന്നത്. വട അമ്മ കൊടുത്തില്ലേ, ആരോ സത്യായിരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പളും ഭഗവാൻ പറഞ്ഞു ഇത്രേ, നമ്മൾ തിന്നില്ലാന്ന് പറയാൻ പാടില്ല, അവള് വിളിക്കുന്നുണ്ടല്ലോ അതിന് പോകണം. അപ്പം ഭഗവാന്റെ ഒരു ധൈര്യം. എന്താ സ്വാമി ഇങ്ങനെ പറഞ്ഞത്? ചെറുപ്പാണല്ലോ, ഭഗവാനാണെന്ന് ഭഗവാൻ അറിയാലോ. ആ വട മുഴുവനും കുറച്ചും കൂടി പൊളിയാണ്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഡിക്ലറേഷന്റെ ഒരു ഭാഗങ്ങളാണ്. അന്നേ കാണിച്ചു കൊടുത്തു കഴിഞ്ഞു. നിത്യജീവിതത്തിൽ ഇത് ഭഗവാനാന്ന് കാണിച്ചു കൊടുത്തു. നമ്മൾക്ക് മനസ്സിലാവണം. അവർക്ക് ചിലർക്കൊക്കെ മനസ്സിലായി.
നമുക്ക് മനസ്സിലായി. ഈ ചെയർമാൻ, ഈ കമ്മീഷണറിനൊക്കെ നല്ലോണം മനസ്സിലായി. അങ്ങോര് വിട്ടുതാ ശേഷൻ മഹാരാജിന്റെ അടുത്ത് റിക്വസ്റ്റ് അല്ലേ ചെയ്തത്, നീ അവനെ നിന്റെ ബ്രദറാന്ന് വിചാരിക്കേണ്ട, അവന്റെ അടുത്ത് എന്തോ ഒരു പവർ ഉണ്ട്, ഡിവൈൻ പവർ ആണ് അവന്റെ എടുത്തിരിക്കണത്, നീ അവനെ എന്റെ കൂടെ വിട്, ഞാൻ കൂട്ടി ബെല്ലാരിക്ക് കൊണ്ടുപോവാന്ന് പറഞ്ഞു. അപ്പോഴും ശേഷൻ മഹാരാജൊന്നും മനസ്സിലായിട്ടില്ല. അപ്പൊ അവിടെ പോയിട്ട് ഭഗവാൻ, അതാണ് ആ സെന്റൻസ് എനിക്ക് വളരെ കണ്ണിൽ വെള്ളം വരാൻ മതി. അവിടെ എന്താന്ന് വെച്ചാല് അവിടുത്തെ ഷർട്ട് അന്ന് ആ കാലത്ത് കോളർ ഉണ്ടല്ലോ, കോളറിൽ ഒരു ഗോൾഡൻ പിന്ന് ഇടുത്രേ. ആ ഗോൾഡൻ പിന്ന് ഇട്ടാലാണ് അവിടെ സ്റ്റൈൽ ആ കാലത്ത്. അപ്പൊ അത് മേടിച്ചു കൊടുത്ത് ആ തങ്കം കച്ചവടക്കാരന്റെ അടുത്ത് പോയിട്ട്, തങ്കം പണിയണവന്റെ അടുത്ത് പോയി ഒരു തങ്കത്തുവിന്റെ പിന്ന് വാങ്ങി സ്വാമിക്ക് കൊടുത്തിരിക്കുന്നു അയാള്. അപ്പൊ ഇതും കൊണ്ട് സ്വാമി എപ്പോഴാണ് മായ വിട്ടു എന്നൊന്ന് ഈശ്വരമ്പാവിന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് 3 കവളം താന്ന് പറഞ്ഞു എന്റെ മായ. പിന്നെ ഈശ്വരമ്പ വരുമ്പോഴേ പറയും മായ ഈസ് കമ്മിങ് എന്ന് പറയും സ്വാമി. അമ്മേനെ പറയും സ്വാമി. ഞാൻ ഈശ്വരാംബാവിനെ കണ്ടിട്ടുണ്ട് കേട്ടോ, ഈശ്വരാമ്മേനെ കണ്ടു, നമസ്കരിച്ചിട്ടുണ്ട്. എന്റെ മക്കൾക്ക് പൂണലിടാന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാമി എപ്പോഴാ ഇടുക അമ്മയെന്ന് ചോദിച്ചു. അപ്പോ തപ്പാണ്ട് ചെയ്യുന്നു പറഞ്ഞു തെലുങ്കില്. തപ്പാണ്ട് എന്റെ ഭഗവാൻ ചെയ്യുന്നു, നിന്റെ കുട്ടികൾക്ക് ചെയ്യുന്നു പറഞ്ഞു. ഈശ്വരമ്മ ഉണ്ടായിരുന്നു ഞാൻ പോകുമ്പോൾ, അപ്പൊ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈശ്വരമ്മയുടെ അടുത്ത് ഒരു പറയും, ഇതുമാരത്തെ ഒരു കുട്ടിയാണ് നീ പെറ്റിരിക്കണത്, എന്തൊരു മഹാഭാഗ്യ, യശോധനമാരിയാണ് ഭഗവാന്റെ ജീവിതം. പെറ്റത് ദേവകി ആയാലും വളർത്തിയത് യശോദ, അതേമാതിരി സുബ്ബമ്മാവാണ് മുഴുവനും വളർത്തിയിരിക്കണത് ഭഗവാന്റെ. അപ്പൊ ഈ പിന്ന് പോയ സ്കൂള് തുറന്നപ്പോ സ്വാമി ഈ പിന്ന് വിട്ടിട്ടാ പോവാത്രേ. പോയപ്പോ വഴിയിൽ ഈ പിന്ന് പോയി. ഈ പിന്ന് പോയപ്പോ സ്വാമി ഉടനെ ട്രാൻസ്ഫോർമേഷൻ ആയിത്രേ ഭഗവാൻ. ഓ മായ പോയി, അല്ലെങ്കിൽ ആ പിന്നിന്റെ പിന്നിലല്ലേ പോവും, അയ്യോ പിന്നെ പോയി നമ്മളാണെങ്കിൽ അതിന് വേണ്ടി എന്തൊക്കെ പാടുപെടും, തങ്കത്തിലാണ് തന്നിരിക്കണേ. അപ്പൊ ഈ പിന്ന് കൊടുക്കുമ്പോ ആ കമ്മീഷണർ പറഞ്ഞത് എന്താ വാർത്ത എന്നറിയോ, നീ എപ്പോഴായാലും എന്നെ ആ പിന്നിടുമ്പോ എന്നെ വിചാരിക്കില്ലേന്ന്. അതാണ് പറഞ്ഞത് ഞാൻ, ഇതാണ് ശരിയായ ഡിവോട്ടികൾ. അപ്പോഴേ അവരൊക്കെ സ്വാമിനെ മനസ്സിലാക്കി. അയാൾ പറഞ്ഞു അത്രേ, നീ എപ്പോ ഇട്ടാലും എന്നെ വിചാരിക്കില്ലേ, എനിക്ക് ആ ഭാഗ്യം കിട്ടില്ലേ. മനസ്സിലാക്കി കഴിഞ്ഞു അയാൾ. സാധാരണ അവനല്ല. എന്റെ ആ വിരൂപാക്ഷി മന്ദിറില് ഇവര് കാണിച്ച ഡ്രാമയുണ്ടല്ലോ, സ്വാമീനെ അവിടെ അകത്ത് പോയപ്പോ ഇവനെങ്ങനെ ആ ലിംഗത്തിൽ വന്നേന്ന് പറഞ്ഞ് ജ്യേഷ്ഠൻ വേഗം ചേടത്തിയമ്മേനെ കൊണ്ട് പുറത്ത് നിർത്തി, സത്യം അവിടെ തന്നെ ഉണ്ടോ നോക്ക്, ഞാൻ അകത്ത് പോവാന്ന് പറഞ്ഞ്. അപ്പോഴും കണ്ടു എന്തൊക്കെയോ കാണിച്ചില്ലേ. അപ്പൊ ഇയാള് പറഞ്ഞിരിക്കണ്ടല്ലോ, നമ്മളാ മുനിസിപ്പൽ ചെയർമാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, നീ അങ്ങനെ സാധാരണ വിചാരിക്കണ്ട. അങ്ങനെയാണ് രാമായണത്തിലെ വിശ്വാമിത്രന് മനസ്സിലായി, വസിഷ്ഠന് മനസ്സിലായി, ഗുഹന് മനസ്സിലായി. അതുമാതിരി നമ്മൾക്ക് ഈ അവതാരത്തില് നമ്മൾക്ക് ഭഗവാന് മനസ്സിലായിട്ടുണ്ട് എന്ന് എല്ലാവരുടെ മനസ്സ് തൊട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാബല്യമായി. അതാ ഞാൻ പറയുന്നത്. ഇപ്പൊ ഈ 100ാമത്തെ പിറന്നാളെന്ന് പറയണ്ടല്ലോ, 100ാമത്തെ പിറന്നാൾ ഭഗവാന് പിറന്നാളേ ഇല്ല, എന്ന് ജനിച്ചതെന്ന് ഭഗവാന് അതേ ഇല്ല. പക്ഷെ ഈ 100ാമത്തെ പിറന്നാൾ നമുക്കാണ് പറയണത്. 100 കൊല്ലം നിങ്ങള് 50 കൊല്ലം, ഇപ്പൊ ഞാൻ പോയിട്ട് 65 എന്ന് പറഞ്ഞപ്പോ എത്ര 60 years ആയോ ഞാൻ പോയിട്ട്? അതുണ്ടാവും. അങ്ങനെയുള്ള ഡിവോട്ടികളൊക്കെ ഉണ്ടാവില്ലോ എന്നറിയേ. അതാ സ്വാമി പറയണത്, നിങ്ങൾക്കൊക്കെ എന്തൊക്കെ മാറ്റം വന്നു. അതാണ് എന്റെ സന്തോഷം. ഈ 100ാമത്തെ വർഷത്തില് എന്താണ് നമുക്ക് മാറ്റം വന്നത്? അത് സ്പിരിച്വല് മാത്രമല്ല, നമ്മുടെ ആറ് ശത്രുക്കളുണ്ടല്ലോ, കാമം, ക്രോധം, ലോഭം, മതം, മാത്സല്യം, ഇതിന്റെ ഡിഗ്രി എത്ര കുറഞ്ഞു നോക്കണം. നമ്മുടെ வாழ்க்கைയിൽ നമ്മൾ ബാക്കിയുള്ളവർക്ക് സന്തോഷം കൊടുക്കണുണ്ടോന്ന് നോക്കണം, പോസിറ്റീവ് ഉണ്ടോ എന്ന് നോക്കണം, എന്തൊക്കെയുണ്ട്, ക്ഷമ വന്നുവോന്ന് നോക്കണം. അപ്പൊ ഇത്ര കാലം ഇതൊക്കെ പാസ്സായാലല്ലേ ഈ 100 വർഷം ഭഗവാന്റെ കൂടെ ഇരുന്നതിന് എന്തെങ്കിലും ഒരു സ്റ്റാമ്പുള്ളൂ പറയൂ. അല്ലെങ്കിൽ എന്താ സ്റ്റാമ്പുള്ളത്? ഇപ്പോഴും രാമകൃഷ്ണ പരമഹംസന്റെ ഉത്തമമായ ഡിവോട്ടികൾ ഇന്നും പറയുന്നുണ്ട് അവര് രാമകൃഷ്ണ പരമഹംസന്റെ ഒരു ചരിത്രം. അപ്പൊ നമ്മളൊക്കെ ഇത്ര അവതാരമായിട്ട് വന്നിട്ടാണ്. അതോ അംശാവതാരം കൂടിയല്ല, പൂർണ്ണാവതാരമാണ്. പൂർണ്ണാവതാരമായിട്ട് വന്നിട്ട് നമ്മൾക്ക് എന്താ ട്രാൻസ്ഫോർമേഷൻ? അതാണ് ഞാൻ ചോദിക്കണത് എല്ലാവരുടെ അടുത്തും. എനിക്ക് അതിനാരെങ്കിലും മറുപടി പറഞ്ഞാൽ 100ാമത്തെ വർഷം കൊണ്ടാടി, 100ാമത്തെ വർഷം ആർക്ക് കൊണ്ടാടി? ഭഗവാന് 100 ഒന്നും തികയില്ല.
യുവർ ഹാപ്പിനെസ് ഈസ് മൈ ഫുഡ്. സ്വാമി പറയുന്നു. നിങ്ങൾ സന്തോഷം എപ്പം നമ്മുടെ അത് വേറെ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു. ഹാപ്പി എന്നുള്ളത് പറയരുത്, ആനന്ദം. ഹാപ്പിനെസ്സിനും ആനന്ദത്തിനും ഡിഫറെന്റ് ഉണ്ട് എന്നാണ് സ്വാമി പറയുന്നത്. ഹാപ്പിനെസ് എന്നത് വന്നിട്ട് പോവും. ഇന്ന് ഹാപ്പി ആയിരിക്കും, നാളെ ഒരു ദുഃഖം വന്നാൽ ഹാപ്പിനെസ് പോയി. ആനന്ദം, ബ്ലിസ്സിലിരിക്കണം, അതാണ് വേണ്ടത് എന്ന് സ്വാമി ചോദിക്കാൻ പറയണം. എനിക്ക് ആനന്ദം വേണം, പീസ് ഓഫ് മൈൻഡ് വേണം. ഇതാണ് നമ്മൾ ചോദിക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ വേറെ എന്താണല്ലോ ഭഗവാന്റെ അടുത്ത് പറയേണ്ടത്? അതാണ് ഈ 100ാമത്തതിന് ട്രാൻസ്ഫർമേഷൻ കിട്ടിയോന്നാ ഞാൻ ചോദിക്കണം. എനിക്ക് അതാണ് ഇപ്പൊ ആരെങ്കിലും അതൊക്കെ പറയണം എന്നൊരാശ. എന്താ നമ്മൾ ഇത്രയും ഭഗവാന്റെ സേവാദളായിട്ട് എത്ര ഞാൻ പോയിട്ടുണ്ട്, എന്ത് കാര്യമായി? അതാണ് ആലോചിക്കണ്ടേ. എല്ലാവരിലെയും ഭഗവാനെ കണ്ടുവോ ഞാൻ? ഭഗവാൻ ചോദിക്കേണ്ടത് അതാണ്. യു ഹാവ് സീൻ എവരിബഡി ഇൻ എവരിബഡി ഭഗവാൻ. ഭഗവാനെ നമ്മൾ കണ്ടുവോ? കണ്ടിട്ടില്ലല്ലോ. സായിരാം. സായിരാം. അമ്മ സായിരാം. നമുക്ക് തൽക്കാലം ഒന്ന് നിർത്തിയാലോ അമ്മ? സമയമായി. അമ്മ ഒരു ഭജന പാടിക്കോളൂ. ഒരു ഭജന പാടി നിർത്താം. अंदर ज्योति जलाओ साई, अंदर ज्योति जलाओ साई. ब्रह्म सनातनी दया करो, ब्रह्म सनातनी दया करो, दया करो हे पूर्ण ज्योतिर्मयी, दया करो हे पूर्ण ज्योतिर्मयी. शिव शक्ति में कृपा करो, शिव शक्ति में कृपा करो. दीन दयामयी पतित पावनी, साई जग जननी कृपा करो, साई जग जननी दया करो. अंतर ज्योति जलाओ साई, ब्रह्म सनातनी दया करो, दया करो हे पूर्ण ज्योतिर्मयी. शिव शक्ति में कृपा करो, दीन दयामयी पतित पावनी, दीन दयामयी पतित पावनी, साई जग जननी कृपा करो, साई जग जननी दया करो. अंदर ज्योति जलाओ साई. സായിരാമ, താങ്ക് യു സോ മച്ച്. ലക്ഷ്മൺ മാഷും സതീഷ് മാഷും അമ്മയോട് 2 വാക്ക് പറയണം. സതീഷ് മാഷ്, അമ്മയുടെ ലക്ഷ്മൺ മാഷ് ആദ്യം പറയണം, അത് കഴിഞ്ഞ് സതീഷ് മാഷ് പറയും. ഞാന് 69 പോയപ്പോഴ് അമ്മ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ഇതിന്റെ പിന്നെ പൂർണ്ണയന്ത്ര ഓഡിറ്റോറിയത്തിന്റെ പണിക്കൊക്കെ ഞാനും ഉണ്ട്. എനിക്കിപ്പോ 78 വയസ്സാണ്. ഞാൻ വർക്കില് സ്വാമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ നമുക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. പിന്നെ അപ്പൊ അതൊക്കെ പറയുമ്പോ അമ്മേന്റെ ആ കാര്യങ്ങളും കൂടിയാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അല്ല, നമ്മളെ എന്തിന്റെ മകം ഞാൻ അതാ ആലോചിക്കണത്. ഇത്ര ലക്ഷം കോടി ജനങ്ങളുണ്ട്, അതില് നമ്മൾക്കൊക്കെ ഇങ്ങനെയൊക്കെ തന്നു എന്ന് പറഞ്ഞാൽ നമ്മള് അത് എന്താ ഗർവമല്ല പടേണ്ടത്, ഭഗവാന്റെ പ്രേമേനെ പറ്റി ചിന്തിക്കണം. അതാണ് അതെ, വളരെ വളരെ സന്തോഷമായി നിങ്ങളെ കണ്ടുമുട്ടാനിടയായത്. ഈ സ്വാമിയും അവസരം തരട്ടെ. സന്തോഷം. സായിരാം. സായിരാം. മാഷ് പറയൂ. സായിരാം.
എനിക്ക് വീഡിയോ ഓൺ തോന്നുന്നത് ചെയ്യൂ പ്ലീസ്, വീഡിയോ ഓൺ ചെയ്യൂ. സതീഷ് മാഷ വീഡിയോ ഓൺ ചെയ്യൂ. അമ്മയുടെ ഒരു അവസരം നമുക്ക് കിട്ടിയത് സ്വാമിയുടെ അനുഗ്രഹമാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ ദിവസം അത് ഒരു വലിയൊരു ബ്ലെസ്സിങ് ആയി. ഇനി അമ്മയെ പോലുള്ളൊരു തലമുറയൊന്നും ഇനിയിപ്പോ ഇല്ല. സ്വാമിയുടെ അനേക പ്രാവശ്യം ഇന്റർവ്യൂ കിട്ടാനും അതുപോലെ ഇപ്പോ സ്വാമിയുടെ അവസാനത്തെ വരെ സ്വാമിയുടെ ഈ ഇത് സിംഹാസനം ഉന്തിക്കൊണ്ടുപോയതും അമ്മയുടെ റിലേറ്റീവ് ആണെന്ന് വത്സല മാം പറഞ്ഞറിഞ്ഞു. അപ്പൊ ഇത് അമ്മ പറഞ്ഞൊരു കാര്യമാണ് മെയിൻ പോയിന്റ്. എത്ര നാളായി എന്നുള്ളതല്ല, എന്ത് പരിവർത്തനം നമ്മളിൽ ഉണ്ടായി എന്നുള്ളതാണ്. അത് ഭഗവാൻ തന്നെ കൃപയോടെ തരട്ടെ. അല്ലാതെ ഈ മായയെ നമുക്ക് എങ്ങനെ മറികടക്കാൻ പറ്റും? സ്വാമി എന്നെ അനുഗ്രഹിച്ചേ പറ്റൂ. സായിരാം. പിന്നെ വത്സല മാം 17-ാം തീയതി വിപിന് കൊടുത്തേക്കാണ് ഡേറ്റ്. ലക്ഷ്മൺ മാഷും കൂടെ ഒന്ന് വീഡിയോ ഓൺ ചെയ്യണേ അമ്മയ്ക്ക് കാണാൻ. വത്സല മാം 17th വിപിന്റെ ഡേറ്റ് ആണ്, ഒന്ന് മാറ്റി കൊടുക്കണേ. സതീഷ് മാഷ് കാസർഗോഡിന്റെ DP ആണ്. അദ്ദേഹമാണ് ഈ ഓൺലൈൻ ക്ലാസ്സുകൾക്കെല്ലാം എത്രയധികം പ്രചോദനവും നൽകുന്നത്. ലക്ഷ്മണ മാഷ് കൂടെ തന്നെ ഉണ്ടാവും. ലക്ഷ്മണ മാഷും സതീഷ് മാഷും. സായിരാം. മാത്രമല്ല ഇവിടെ ഒരുപാട് പേരുണ്ട്, പേരെടുത്ത് പറയാൻ ഒരുപാട് പേരുടെ പേര് പറയണം. ഒരു പ്രത്യേകമായിട്ടൊരു പേര് പറയേണ്ടത് കണ്ണൂര് ശോഭാലക്ഷ്മണാണ്. ശോഭാലക്ഷ്മണാണ് എല്ലാവരെയും അമ്മയെ പോലെ ഉള്ളവരെല്ലാം ഞങ്ങൾക്ക് എത്തിച്ചു തന്നത്. അങ്ങനെ സായിരാം, താങ്ക് യു സോ മച്ച് അമ്മ. മിണ്ടണതാരാ? വത്സലയാണോ? അതെ അതെ അതെ. അതായത് എനിക്ക് ഇങ്ങനത്തെ ആൾക്കാരെ പഴയ ഡിവോട്ടികളുടെയും അവരുടെ എക്സ്പീരിയൻസും ഒക്കെ ആക്കാൻ ഒരു സമയം നമ്മൾ ഈ ടൈംലെസ് ആയിട്ട്, ടൈം എന്ന് വെച്ചാൽ ഒരു 1 hour എങ്കിലും വെക്കാണ്ട് തെറ്റില്ല. അത് വെച്ചിട്ട് നമ്മൾ എല്ലാവരും ഭഗവാന്റെ കാര്യം പറഞ്ഞു തുടങ്ങിയ 1 hour ഒന്നും പോരാ. അതല്ല, അറ്റ്ലീസ്റ്റ് 1 hour അങ്ങനെ ചേർന്ന് നമ്മൾ ആ പഴയ ഡിവോട്ടികൾ ഭഗവാന്റെ ആ ലീലകൾ പറഞ്ഞ് കേൾക്കണം. എനിക്ക് അതാണ് വേണ്ടത്. എനിക്ക് അതിനാണ് നവംബറില് പഴയ ഡിവോട്ടീസിനാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അമ്മ ചേരണമെന്ന് ഞാൻ പറഞ്ഞത്. വളരെ സന്തോഷമായി. ഞാൻ അമേരിക്കക്ക് പോയപ്പോ അവിടെ സംഭാഷണം ചെയ്യാൻ എന്നെ പറഞ്ഞു. ഒരിക്കൽ അവര് തമിഴിലും മിണ്ടാൻ പറഞ്ഞു എന്റെ അടുത്ത്. എന്റെ ഇംഗ്ലീഷ് അവർക്ക് അറിഞ്ഞാലും ശരി, അവര് നല്ലോണം വെരി ഗുഡ് ഇംഗ്ലീഷ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ പറഞ്ഞു അവര്. എന്നാലും ഞാൻ പറഞ്ഞു മഹിളാവിനെ പറ്റിയാ പറഞ്ഞത്, മഹിളാവിനെ പറ്റി മിണ്ടണം എന്ന് പറഞ്ഞു അവര്. അപ്പൊ ഞാൻ ഇങ്ങനെ സ്വാമി പറഞ്ഞതൊക്കെ പറഞ്ഞു. അതൊക്കെ പറയുമ്പോ നിങ്ങൾ വിശ്വസിക്കില്ല കേട്ടോ, എന്റെ സാമർത്ഥ്യമല്ല ഞാൻ പറയുന്നത്. എനിക്ക് ഈ സ്വാമി ഈ അന്തർശയജ്ഞത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മള് സ്വാമിയുടെ റീലിവിങ് സ്വാമി. അതാണ് ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ഓരോരുത്തരും അവര് ഭഗവാനിൽ റിലീവ് ചെയ്യുന്നു, നമ്മളെ കൂടെ അതിലേക്ക് കൊണ്ടുപോകുന്നു. അതേ വേണം, അതാണ് ഞാനും പറയണത്. അതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. സ്വാമി തോന്നിപ്പിച്ചു, സ്വാമി ചെയ്യിപ്പിച്ചു. ഒരു ദിവസം പോലും മുടക്കമില്ലാതെ നമ്മൾക്ക് 385 ക്ലാസ് എടുക്കാൻ പറ്റി. വലിയ ഭാഗ്യമാണ്. വലിയ അമ്മ ആലോചിച്ച് നോക്കൂ, ഒരു നെറ്റ് പ്രോബ്ലം ഇല്ല, ഒരു കറണ്ട് ഇല്ല, ഒന്നും പ്രോബ്ലം ഇല്ല. അതാ ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. ഭഗവാന്റെ ഗ്രേസ് എന്ന് പറയുന്നത് ഇതൊക്കെ. അത് ഭഗവാൻ അല്ലാതെ ആർക്കിത് ചെയ്യാൻ പറ്റും? 385 ദിവസം കാത്തിരിക്കുക സ്വാമി പറയണ്ടല്ലോ, കാലത്ത് എണ്ണിട്ടാ കാത്തിരിക്കണോ, നിങ്ങൾ എന്നെ നോക്കുന്നു, ഉച്ചയ്ക്കായാ കാത്തിരിക്കണോ, ഞാൻ കാത്തുകൊണ്ടേയിരിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞു. അത് നമ്മൾ മറക്കണില്ല. സായിരാം. അതുകൊണ്ട് വിവേകം, വൈരാഗ്യം എന്നിവ ഉപയോഗിച്ച് ബുദ്ധിയാകുന്ന സാരഥി, ഇന്ദ്രിയങ്ങളാകുന്ന 2 ചക്രങ്ങളുള്ള മനുഷ്യ ജീവിതമാകുന്ന വാഹനത്തെ ഓടിക്കുന്നു. ഇവിടെ വിവേകവും വൈരാഗ്യവുമാണ് സാരഥി. ബുദ്ധിയാകുന്ന സാരഥി ഉപയോഗിക്കുന്നത് ചക്രങ്ങൾ, ഇന്ദ്രിയങ്ങളാണ്. മനുഷ്യ ജീവിതം തന്നെയാണ് വാഹനം. പ്രേമമാകുന്ന ചട്ടക്കൂടിൽ ഉറപ്പിച്ചിരിക്കുന്ന ധാർമ്മിക നിയമങ്ങൾ ആകുന്ന ആരക്കല്ലുകൾ ആണ് ചക്രത്തിനുള്ളത്. ആത്മനാണ് സഞ്ചാരി. സത്യത്തിലും ശാന്തിയിലും ലക്ഷ്യമുണ്ടെങ്കിൽ അയാൾക്ക് യാതൊരുവിധ ഉപദ്രവവും ഉണ്ടാവുകയില്ല. ഭഗവാൻ സത്യസായി ബാബ. സായിരാം.
ഗോൾഡൻ വേർഡ്സ് ആണ് സമസ്ത ലോക സുഖിനോ ഭവന്തു സമസ്ത ലോക സുഖിനോ ഭവന്തു സമസ്ത ലോക സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സായിറാം.